ആ ദൈവിക അഭിഷേകത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുവാൻ സന്തോഷത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ നീ എൻ്റെ ദൈവമാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ, കഴിഞ്ഞ നാളുകൾ ഹല്ലേലൂയ 2024 ഓരോ ദിവസങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പ്രിയരെ, സങ്കടങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും കാലഘട്ടങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ. അനേക നിമിഷങ്ങളിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നാൽക്കാവലകളിൽ വന്നു എന്ത് ചെയ്യണമെന്നറിയാതെ വേദനപ്പെട്ട നിമിഷങ്ങളിൽ കരം പിടിച്ച് മകനെ മകളെ ഇതാകുന്നു വഴിയെന്ന് പറഞ്ഞ് മുൻപോട്ട് നടത്തിയ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമർപ്പണ ഗാനം ചേർന്ന് പാടി വൈകിയ വേള നമ്മുടെ കർത്താവിന് മുഖത്തും കൊടുത്താട്ടെ. ഹല്ലേലൂയ. സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനായി യേശുപൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴ്കയാൽ ആകുലമില്ല, നാളെ ആശ്രയമേക തൻ കരങ്ങൾ പിന്നിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താരം ചെയ്യുകയില്ലല്ലോ. സമർപ്പണത്തോ ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിന്നിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താരം ചെയ്യുകയില്ലല്ലോ. താൻ വാഴ്കയാൽ ആകുലമില്ല, നാളെയും ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future, and life is worth the living just because he lives. താൻ
വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. ആയത്ര ധന്യമേ ലോകജീവിതം. ആയത്ര ധന്യമേ ലോകജീവിതം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധി കരങ്ങൾ ഉയർത്തുന്ന മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, പ്രതീക്ഷയോടെ ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തോട് പ്രതികരിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 2024 പോലെ ഒതുക്കിക്കൂടി ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നു. അധിക നാളുകൾ നമുക്കില്ല. ഹല്ലേലൂയ. ഒരു ആയുസ്സേ ഉള്ളൂ. ആ ആയുസ് നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പ്രിയരെ. നമ്മുടെ ആരോഗ്യം കർത്താവിന്റെ ദാനമല്ലേ? നമ്മുടെ ശബ്ദം കർത്താവിന്റെ ദാനമല്ലേ? എന്തെങ്കിലും ജീവിതത്തിൽ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഉണ്ടോ? ഇന്ന് രാത്രി കാലം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റത് ദൈവത്തിന്റെ ദാനമാ പ്രിയരെ. സ്വന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം സന്തോഷത്തോടെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താണ്. ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, 2024 ഹല്ലേലൂയ ഡിസംബർ മാസം ഹല്ലേലൂയ 22-ാം തീയതി ആരാധനയിൽ കടന്നു പോകുന്ന വഴിക്ക് വലിയൊരു മേജർ ആക്സിഡന്റ് വന്ന് ഞങ്ങൾ 5 പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. ജീവൻ തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, ബലം തന്ന ദൈവം ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തോടൊന്ന് പ്രതികരിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പാ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുക്കുക. ഈ ആരാധന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകട്ടെ. ഈ ആരാധന നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നതാകട്ടെ. ഇന്നത്തെ സാഹചര്യങ്ങളല്ല നാളത്തെ നിന്റെ ഭാവി എന്ന് പറയുന്നത്. ഇന്നലത്തെ കണ്ണുനീർ നിന്റെ ഇന്നത്തെ ആനന്ദമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കണ്ണുനീർ നാളെയുടെ ആനന്ദമായി മാറാൻ പോവുക. ഇന്ന് രാത്രികാലം ചില അന്ധകാര മണ്ഡലങ്ങൾ അഴിയാൻ പോവുക, ചില ബന്ധനങ്ങൾ അഴിയാൻ പോവുക. ആരാധനയിൽ കെട്ടുകൾ പൊട്ടും, ആരാധനയിൽ ചങ്ങലകൾ അഴിയും, ആരാധനയിൽ ഇരുമ്പ് വാതിലുകൾ തുറക്കും, ആരാധനയിൽ ഇരുമ്പോടാമ്പലുകൾ തകരും. ഇന്ന് രാത്രികാലം നീ അനുഭവിക്കുന്ന വേദനകളെ നന്നായി അറിയുന്ന ഒരു അപ്പന്റെ സാന്നിധ്യം ഇതിന്റെ ഉള്ളിൽ ചലനമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നും കയറുന്നത് പോലെ ഹല്ലേലൂയ. വെറുതെ കയറി അറ്റൻഡൻസ് ഇട്ട് പോകുവാനല്ല. ഇന്ന് രാത്രികാലം നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിച്ച, നമ്മെ വില കൊടുത്ത് വാങ്ങിയ അപ്പന്റെ സ്നേഹത്തിന് മുമ്പിൽ വിശ്വസ്തരായി നിൽക്കുവാൻ 2025 ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. 2025 അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. 2025 വിടുതലിന്റെ വർഷമാകട്ടെ. 2025 നഷ്ടപ്പെട്ടു പോയ നന്മകൾ തിരികെ പ്രാപിക്കുന്ന, ആത്മീയ കൃപാവരങ്ങളെ ഏറ്റെടുക്കുന്ന ഹല്ലേലൂയ അനേകർക്ക് നീ ഒരു ആശ്വാസമായി മാറുന്ന വർഷമായി 2025 തീരണമേ എന്ന് കർത്താവിനോട് ആഗ്രഹത്തോടൊന്ന് പറഞ്ഞാട്ടെ. കർത്താവേ എന്ന് ഹല്ലേലൂയ ഉച്ചത്തിലൊന്ന് വിളിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ നിന്റെ ആ സ്നേഹത്തോടുള്ള വിളിയേൽക്കുവാൻ, നിന്റെ അപ്പന്റെ ആ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നതെന്ന് കാണുവാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമുക്ക് യഹോവയിൽ ആശ്രയമുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ദൈവം പറയുന്നു യഹോവ തന്നെ ആയിരിക്കണം നിന്റെ ആശ്രയം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ വേദനകൾ, നിരാശകൾ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ നിന്റെ പടകിൽ അരുമനാഥന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നീ തകരുവാൻ അവൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് പാടിയത് ഹല്ലേലൂയ. ആദി വേണ്ട, ആശ്രയമേകുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. തന്റെ വഴികൾ എപ്പോഴും സമ്പൂർണ്ണമാണ്. ദോഷമായിട്ടൊന്നും എന്റെ കർത്താവ് ചെയ്യില്ല. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും? എത്ര പേർക്ക് ഹല്ലേലൂയ മാറോട് കരം ചേർത്ത് പിടിച്ച് പറയുവാൻ കഴിയും? കരങ്ങളെ ഉയർത്തി പറയുവാൻ കഴിയും ദോഷമായിട്ടൊന്നും എന്റെ കർത്താവ് എനിക്ക് ചെയ്തിട്ടില്ല? പ്രിയരെ, ഇന്ന് രാത്രികാലം സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കും. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും അനുകൂലമാക്കി കർത്താവിന്റെ സന്നിധി ഒന്ന് പ്രതികരിച്ചാൽ ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കർത്താവിന്റെ ഒരു വാക്ക് മതി, ഒരു നോട്ടം മതി. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ
അവസ്ഥകൾക്ക്, സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ എന്റെ കർത്താവ് ഞൊടിയിടയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമായി ഇന്ന് രാത്രികാലം വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അന്ധകാര മണ്ഡലങ്ങൾ, ഇരുളിന്റെ ശക്തികൾ ഒറ്റക്കെട്ടായി നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രികാലം വിളിച്ചു പറ. ഞങ്ങൾ ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത് ഹല്ലേലൂയ ഹല്ലേലൂയ അത് ജയാളിയായ കർത്താവിന്റെ ശക്തിയാ. മരണത്തെ പാതാളത്തെ ജയിച്ച ശക്തിയാ. തോറ്റ പൈശാചിക മണ്ഡലങ്ങളുടെ തന്ത്രങ്ങളെ നോക്കി ഇന്ന് രാത്രികാലം വിളിച്ചു പറ, നിന്റെ പദ്ധതികൾ എന്റെ മേൽ ജയിക്കുന്നത് ഇന്ന് രാത്രികാലം ജയാളിയായ ദാസനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രശ്നങ്ങളെ ജയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ മാത്രമേ തുറന്ന് സ്വർഗം കാണുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. 3 പേരെ ഞാൻ പരിചയപ്പെടുത്താം. ജീവിത ആരംഭത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തുറന്ന സ്വർഗം കണ്ട വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. ജീവിത മധ്യത്തിൽ തുറന്ന സ്വർഗം കണ്ട വ്യക്തിയാണ് യോഹന്നാൻ. പത്മോസിന്റെ ഏകാന്തത്തിൽ ആരുമില്ല, പറയുവാൻ വർത്തമാനം പറയാൻ ആരുമില്ല. ഏകാന്തയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ആത്മവിശ്വാസത്തിൽ അവൻ ആത്മഭൂഷണനായി മാറിയോത് ഇന്ന് രാത്രികാലം തുറന്ന സ്വർഗം, ആർക്കും കാണാത്ത വെളിപ്പാടുകൾ, ആർക്കും പ്രാപിക്കാത്ത നന്മയുടെ വാതിലുകൾ നിന്റെ ജീവിതത്തിൽ ഈ കഷ്ട മധ്യത്തിൽ ദൈവം തുറന്നു തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാലം ആ മേമ്പറതി കർത്താവിന് മഹത്വം കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? ജീവിത അവസാനത്തിൽ തുറന്ന സ്വർഗം കണ്ട വ്യക്തിയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തെഫാനോസ് ഹല്ലേലൂയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. തന്റെ ജീവിത അവസാനം ഒറ്റ പ്രസംഗം പ്രസംഗിച്ചുള്ളൂ. ആ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ കൂർത്തരിച്ച ഹല്ലേലൂയ കല്ലുകൾ അവന്റെ ദേഹത്തേക്ക് പതിച്ചപ്പോൾ തുറന്ന സ്വർഗം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇന്ന് രാത്രികാലം എനിക്ക് ദൈവം തന്ന കഷ്ടതകൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട്, ദൈവം തന്ന വേദനകൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട് ഇന്ന് രാത്രികാലം ഒരു കാര്യം വിളിച്ചു പറയാം. ഒന്നുമില്ലാത്തവരായിട്ട് ഭൂമിയിൽ വന്നു, ഒന്നുമില്ലാത്തവരായിട്ട് ഇവിടം വിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നേടിയതും ഹല്ലേലൂയ കളിപ്പിച്ചുണ്ടാക്കിയതും ഹല്ലേലൂയ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതും ആരാധിക്കുവാൻ സമയമില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്തുണ്ടാക്കിയതും സകലതും വ്യർത്ഥമെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് രാത്രികാല ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് ഇടപെടുകയാ. മണി ഈസ് ടെമ്പററി, ഹൗസ് ഈസ് ടെമ്പററി, ജോബ് ഈസ് ടെമ്പററി, കാർ ഈസ് ടെമ്പററി, ഹെൽത്ത് ഈസ് ടെമ്പററി. നമുക്കുള്ളതെല്ലാം ടെമ്പററി മാത്രമാണ്. പക്ഷേ ഹല്ലേലൂയ എറ്റേണിറ്റി ഈസ് പെർമനന്റ്. പെർമനന്റ് ഹല്ലേലൂയ. പെർമനന്റ് ആയുള്ളതിന് വേണ്ടി വിശ്വാസത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആഗ്രഹത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ ഹല്ലേലൂയ നന്മയുടെ വാതിലുകൾ തുറക്കത്തുള്ളൂ. പ്രതികരിക്കുന്നവർക്ക് മാത്രമേ ചില വഴികൾ തുറക്കുകയുള്ളൂ. ഇന്ന് രാത്രികാലം ദൈവനാമത്തോടൊന്ന് പ്രതികരിച്ചാട്ട്, ദൈവത്തിന്റെ ശബ്ദത്തോടൊന്ന് പ്രതികരിച്ചാട്ട്, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ഹല്ലേലൂയ, മാറിയെ മധുരമാക്കുന്ന, ചെങ്കടലിനെ പിളർക്കുന്ന ഹല്ലേലൂയ, എരിഹോ കോട്ടയെ ഇടിക്കുന്ന ദൈവശക്തിയുടെ ആവാരം ഇന്ന് രാത്രികാലം നമ്മുടെ മുൻകൂടാരങ്ങൾ വെളിപ്പെടണമെന്ന ആഗ്രഹത്തോട് അനുഗ്രഹിക്കട്ടെ. പഴയ ഗാനങ്ങൾ ചേർന്ന് പാടി നമ്മുടെ പ്രാണനാഥനെന്ന് മഹത്വം കൊടുത്താട്. ഹല്ലേലൂയ. ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരൂ. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരൂ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ, അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ. ഒരുമിച്ച്
അവനാദ്യേ, അവൻ അൽഫ ഒമേഗ, അവനാദ്യേ നിശൂരുന്റെ ദൈവത്തെ ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. പാറയെ മാധുര്യമാക്കാൻ കഴിവുള്ളൂ, പാറയെ പിളർന്നു വിശ്വാസത്തോട്, പാറയെ മാധുര്യമാക്കാൻ കഴിവുള്ളൂ, പാറയെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമയെന്നും നടത്തും, ചിന്താകുലങ്ങളില്ലാതെ ചന്തമയെന്നും നടത്തും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ, അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ, കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ, ബലഹീനനായി തീർന്നാലോ പുതുബലമെന്നിൽ പകരും, ബലഹീനനായി തീർന്നാലോ പുതുബലമെന്നിൽ പകരും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ, അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ യേശുവിന്റെ ദൈവത്തെ പോൽ, ഹല്ലേലൂയ, ആമേൻ ആമേൻ, യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പോൾ എന്റെ മഹിമയോടെ മേഘാരുടേതായി വരും, എന്നെ സഹായിപ്പോൾ എന്റെ മഹിമയോടെ മേഘാരുടേതായി വരും, എന്നെ സഹായിപ്പോൾ എന്റെ മഹിമയോടെ മേഘാരുടേതായി വരും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ, അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല, ഹല്ലേലൂയ, യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതേ, മനമേ ഭയമൊന്നും വേണ്ടി, ആമേൻ 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 ആമേൻ, ഭയമൊന്നും വേണ്ടിയോ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ
ഭയമൊന്നും വേണ്ടിനിയോ മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ, ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ, ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം ഇന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ, സീയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം ഇന്നും കൂടെയുള്ളതാ. ആമേൻ 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 ആമേൻ. ൂടാരാധന സുന്ദര ബല ബല ദീപാ ബാബ, ൈടാരാധന സുന്ദര പൗഡര വൈഷാമാനവ സുന്ദര ബല ബല ദീപാ ബാബ, ൂടാരാധന സുന്ദര ബല ബല ദീഗാമാനവ നക്ഷമനാദന സുന്ദര ബല ബല ദീപാ ബാബ, ൈടാരാധന സുന്ദര ബല ബല ദീഗാമാനവ നക്ഷമനാദന സുന്ദര ബല ബല ദീപാ ബാബ, ൈടാരാധന സുന്ദര പൗഡര വൈഷമനാദന സുന്ദര ബല ബല ദീപാ ബാബ, ൈടാരാധന സുന്ദര ബല ബല ദീഗാമാനവനം ശമനാദന സുന്ദര ബല ബല ദീപാ ബാബ. യേശുവിന്റെ അധികാരമുള്ള സാന്നിധ്യം ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം അസാധാരണമായ ദൈവശക്തി ഇതിൻ്റെ ഉള്ളിൽ ചലനമായി വെളിപ്പെടട്ടെ. അത് ചില കുടുംബങ്ങളുടെ ഉൾത്തടങ്ങളിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിരാശയുടെ അനുഭവങ്ങൾ, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാത്ത ചില വിഷയങ്ങളുടെ അസാധാരണ ദൈവശക്തിയാൽ ഇന്ന് രാത്രികാലം അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, നീ അനാഥനല്ല, നീ അനാഥനല്ല, നീ ഒതുങ്ങേണ്ടവനല്ല. നിന്റെ പരാജയത്തെ വിജയമാക്കുക, നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുക. 2025 നിന്റെ ഉയർപ്പിന്റെ വർഷമാണ്. 2025 നന്മയുടെ വർഷമാണ്. 2025 അനുഗ്രഹത്തിന്റെ വർഷമാണ്. ശുശ്രൂഷയിൽ കരം പിടിച്ചുയർത്തുന്ന വർഷമാണ്. നീ നഷ്ടപ്പെട്ടവനല്ല. നഷ്ടബോധങ്ങൾ മാറിപ്പോകട്ടെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ, ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. രാത്രികാലം അസാധാരണമായ ദൈവ സാന്നിധ്യം രാത്രികാലം ചലനമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ദൈവിക എൻകൗണ്ടറുകൾ രാത്രികാലം നടക്കുകയ, ചില കുടുംബങ്ങളെ തൊടുകയോ ചില വ്യക്തികളെ തൊടുകയോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മയുടെ വാതിലുകൾ, ഭാവിയുടെ വാതിലുകൾ തുറന്നു വരികയാ, ജോലിയുടെ വാതിലുകൾ തുറന്നു വരികയാ. ഹല്ലേലൂയ. ൂടാരാധന സുന്ദര ബല ബല ദീപാ ബാബ, വൈഡാരാധന സുന്ദർ പൗഡര വൈഷമനാധന സുന്ദര ബലവ. അവൻ അൽഫയായി ഒമേഗയായി ആദ്യമായി അന്ത്യമായി ഇന്ന് രാത്രികാലം വെളിപ്പെടുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെയെ മധുരമാക്കുവാൻ കഴിവുള്ള കർത്താവ്, ആരെയെ പിളർക്കുവാൻ കഴിവുള്ള കർത്താവ്, ചിന്താകുലങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവം. രാത്രികാലം ചില നിരാശയുടെ അനുഭവങ്ങൾ മാറിപ്പോവുക. കാരാഗ്രഹത്തിൽ ഇറങ്ങുന്ന ദൈവം, പത്മോസിൽ ഇറങ്ങിയ ദൈവം രാത്രികാലം ചില വിഷയങ്ങളുടെ മേൽ ഇറങ്ങുക. ഹല്ലേലൂയ. അരിഞ്ഞ പുൽപ്പുറത്ത് വീഴുന്ന മഞ്ഞ് പോലെ ആ ദൈവ സാന്നിധ്യം ചിലതിനെ തൊടുക. മഞ്ഞുരുകി മാറുന്നത് പോലെ, മെഴുകുതിരി ഉരുകുന്നത് പോലെ രാത്രികാലം ചില നിരാശയുടെ ഭാരത്തിന്റെ അനുഭവങ്ങൾ മാറിപ്പോവുക. ബലഹീനത നിന്ന് വിചാരപ്പെടുമ്പോൾ രാത്രികാലം ബലം പകരുന്ന ദൈവിക അഭിഷേകം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ നീ ദോഷനായിരിക്കും, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നീ കഴിവില്ലാത്തവനായിരിക്കും, പ്രാപ്തിയില്ല, കഴിവില്ലെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ മേഖലകളിൽ മാനിച്ചുയർത്തുന്നൊരു ദൈവമുണ്ട്, മാനിച്ചുയർത്തുന്നൊരു ദൈവമുണ്ട്, മാനിച്ചുയർത്തുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എല്ലാ കർത്താവിന്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ പറയുവാൻ രാത്രികാലം സഹായിക്കേണ്ട. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. രാത്രികാലം നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കട്ടെ. ൂടാരാധന സുന്ദര ബല ബല, ൂടാരാധന സുന്ദര ബല ബല ദീപാ ബാബ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
2025 ദൈവിക നന്മയുടെ വാതിലുകൾ തുറക്കുന്നത് ഒതുങ്ങിക്കൂടിയിരിക്കുന്നവന്റെ ജീവിതത്തിലല്ല, അടങ്ങിയിരിക്കുന്നവന്റെ ജീവിതത്തിലല്ല, മറഞ്ഞിരിക്കുന്നവന്റെ ജീവിതത്തിലല്ല. ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ ഒതുങ്ങുവാനാണെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹൂദന്മാർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പറഞ്ഞൊരു വാക്കെന്നെ ഇപ്പോൾ ഓർമ്മയിലേക്ക് കടന്നു വരികയാ. എസ്തേറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ ഹല്ലേലൂയ ഈ നഷ്ടം നീ കാണേണ്ടി വരും, ഈ കഷ്ടത നീ അനുഭവിക്കേണ്ടി വരും. പക്ഷേ നിന്റെ ശബ്ദമൊന്ന് ഉയർത്തിയാൽ യഹൂദ ജനത്തിന്റെ മേൽ വിടുതൽ വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ ഒതുങ്ങിക്കൂടി ഹല്ലേലൂയ പേര് തീർക്കാൻ വേണ്ടി അറ്റൻഡൻസ് ഇടുവാൻ വേണ്ടി ആരെങ്കിലും ഇതിനുള്ളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പ്രിയരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിച്ചു പറയുന്നു, അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ള കർത്താവ് നിന്നെ കാണുന്നുണ്ട്, നിന്റെ സാഹചര്യങ്ങളെ അവൻ അറിയുന്നുണ്ട്. ഇന്ന് രാത്രികാല സാഹചര്യം ഒരുപക്ഷെ അനുകൂലമല്ലായിരിക്കും, പക്ഷേ സാഹചര്യങ്ങളെ അനുകൂലമാക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ സഹനം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരും. ഇതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല. ഒരു തൂവൽ കൊഴിഞ്ഞു പോയത് കൊണ്ട് പ്രിയരെ ഒരു പശയും പറക്കാതിരുന്നിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങൾ മാറും. ഹല്ലേലൂയ. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ഒരു ഹല്ലേലൂയ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ അനുഭവിക്കുന്ന വേദനകൾ, ഇന്ന് രാത്രികാലം ആരോട് പറയുവാൻ കഴിയാതെ മനസ്സിനുള്ളിൽ വെമ്പുന്ന വിഷയങ്ങളില്ലേ, വാതുറന്നൊന്ന് സംസാരിക്കുവാൻ കഴിയാതെ മനസ്സ് വേദനപ്പെടുന്നില്ലേ, ഹല്ലേലൂയ. ആരും കാണാതെ നീ ഒരുക്കിയ കണ്ണുനീരിനെല്ലാം ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ പ്രിയരെ, വാനമേഘത്തിൽ കാഹള ശബ്ദം മുഴങ്ങും, എന്റെ കർത്താവ് വരും, ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടും. ഇന്ന് രാത്രികാലം ആ പ്രത്യാശ നമ്മളിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് രാത്രികാലം ഉറപ്പോടെ പറ, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുക, ആഗ്രഹത്തോടെ ദൈവനാമത്തോട് ഹല്ലേലൂയ സഹകരിച്ച, ദൈവനാമത്തോട് പ്രതികരിച്ച ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചില വഴികൾ നിന്റെ ജീവിതത്തിൽ തുറക്കും. ചില കണ്ണുനീരിന്റെ അവസ്ഥകൾ മാറും, ചില ഒറ്റപ്പെടലുകൾ മാറും, ചില കടബാധകൾ മാറിപ്പോകും. ശുശ്രൂഷ മേഖലയിൽ ഒതുക്കപ്പെട്ട വ്യക്തിയെ നീ ഒതുങ്ങേണ്ടവനല്ല, നീ പരാജയപ്പെട്ടു പോകേണ്ടവനല്ല. നിന്റെ പരാജയത്തെ വിജയമാക്കുവാൻ എന്റെ ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ അറിയുന്നുള്ളൂ, നമ്മുടെ മരണവും. ഒന്ന് കർത്താവിന്റെ വരവ്, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. ഹല്ലേലൂയ. മണി ഈസ് ടെമ്പററി, ഹൗസ് ഈസ് ടെമ്പററി, ജോബ് ഈസ് ടെമ്പററി, കാർ ഈസ് ടെമ്പററി, ഹല്ലേലൂയ, ഹെൽത്ത് ഈസ് ടെമ്പററി. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാനും നീയും അനുഭവിക്കുന്ന സകലതും ടെമ്പററിയാ. ഇതൊരു താൽക്കാലിക പട്ടണമാ, താൽക്കാലിക തുറമുഖമാ. ഈ തുറമുഖം വിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, എറ്റേണിറ്റി ഈസ് പെർമനന്റ്. ഹല്ലേലൂയ. പെർമനന്റ് ആയ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ രാത്രികാലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ നിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറി. പ്രത്യാശയോടെ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിശ്വാസത്തോടെ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ.
ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ. കണ്ണുകളടയ്ക്കാം. ദൈവം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം ഒരു ചലനമായി വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ആഹ്വാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നത് കൊണ്ട് ഇന്ന് രാത്രികാലം ആരെങ്കിലും രോഗത്തോടെ ദുഃഖത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ രോഗ വൈദ്യൻ കൈവെടിഞ്ഞ വിഷയമായിരിക്കും, നിന്റെ വലതുകരം വിശ്വാസത്തോടെ വെച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പോവുക. ചില രോഗികളുടെ മേൽ ഇന്ന് രാത്രികാലം സൗഖ്യം വ്യാപരിക്കാൻ പോവുക. ഹല്ലേലൂയ. നീ വിശ്വസ്തനാണെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദുഷ്ടശക്തികൾ ഒറ്റക്കെട്ടായി നിന്നാലും നിന്റെ മേൽ ജയം പകർന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ വലതുകരം വെച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്വർഗീയ ശില്പിയെ ഞാൻ നേരിൽ കാണും. അല്ലല്ലില്ലാത്ത നാട്ടിൽ ഹല്ലേലൂയ ഞാൻ എത്തിടുമ്പോൾ കഷ്ടതയില്ലാത്ത ഈ ലോകം ഹല്ലേലൂയ എന്നും കഷ്ടതകൾ തരുന്നതാണ്. കഷ്ടതകളും കടബാധ്യതകളും രോഗമെല്ലാം മാറിയിട്ട് കർത്താവിനെ സ്നേഹിക്കാമെന്ന് ഞാനും നീ വിചാരിക്കേണ്ട. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരും. നിന്നെ ഒറ്റപ്പെടുത്തും. നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. നിന്നെ ഏത് വിധേന ഒതുക്കിക്കളയാൻ ലോകം നിന്റെ മേൽ ശ്രമിക്കും. പക്ഷേ രാത്രികാലം ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി കൈവിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പെറ്റമ്മയാ പ്രിയരെ നമ്മൾ ഏറ്റവും അവസാനം മറക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നു, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുക. നിന്റെ കണ്ണുനീരിനെ നിന്റെ വേദനകളും കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തപ്പോൾ നിന്റെ മനസ്സ് വേദനപ്പെടുന്നത്, നിരാശയോടെ നീ ആയിരിക്കുന്ന അവസ്ഥകളെ കർത്താവ് അറിയുന്നുണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ മേൽ സൗഖ്യത്തിന്റെ കരം ചലിക്കുകയാണ്. ഇപ്പോഴത്തേറ്റ കരം നിന്നെ തൊടാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനയില്ലാത്ത, നിരാശയില്ലാത്ത, ഒറ്റപ്പെടലില്ലാത്ത നിത്യഭവനത്തിൽ നമ്മൾ പോകാൻ പോവുക. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ പ്രത്യാശ ഇന്ന് രാത്രികാലം വർദ്ധിക്കട്ടെ. പ്രത്യാശയോടെ കർത്തകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാൽവരിയിലൂടെ അളൂടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല കർത്താവേ, ഈ നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം ചെയ്യുക. പല രാജ്യങ്ങളിൽ, പല സമയങ്ങളിൽ, പല സിറ്റുവേഷനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുക്കുക. അപ്പാ, ഞങ്ങളെ കൈവിടല്ലേ കർത്താവേ. ഞങ്ങൾക്ക് ആരുമില്ല നാഥ. ഹല്ലേലൂയ. ആരെല്ലാം ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങളെ കൈവിടാത്ത പൊന്നുനാഥന്റെ സ്നേഹത്തിന് മുമ്പിൽ ഇന്ന് രാത്രികാലം ഞങ്ങളെ സമർപ്പിക്കുന്ന ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്തവരുണ്ട് കർത്താവെ. പ്രതീക്ഷയോടെ ജോയിൻ ചെയ്തവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രികാലം രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അടിയങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക അഭിഷേകത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവെ. അത് സാക്ഷ്യമായ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ അനേകരെ കർത്താവെങ്കിലേക്ക് അടുപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉടലെടുക്കട്ടെ കർത്താവെ. ചില വാതിലുകൾ തുറക്കട്ടെ കർത്താവെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, കടങ്ങൾ മാറുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഭവനത്തിന് വേണ്ടി പലവിധമാവുന്ന ആവശ്യഭാരങ്ങളുമായി കടന്നു വന്നവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രികാലം ആവശ്യത്തോട് കടന്നു വന്നവനെ വെറുതെ അയക്കാത്ത കർത്താവെ. ഇന്ന് രാത്രികാലം ആ സാധാരണ ശക്തി അവരെ തുടരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ രോഗബന്ധനങ്ങളെ അറുത്തുമാറ്റുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രികാലം ശത്രുവിന്റെ ചില അടിവേറുകൾ ഇളകുന്ന രാത്രിയായി മാറട്ടെ കർത്താവെ. അനുഗ്രഹത്തിന്റെ നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസിക്കായി, ദൈവദാസനായി, കുടുംബത്തിനായി, സഭകൾക്കായി സ്തോത്രം ചെയ്യുക. ആഗ്രഹത്തോടെ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ഹല്ലേലൂയ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ പറന്നുയരും. ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യങ്ങളല്ല ഞങ്ങളുടെ ഭാവി, നാളെയുടെ ഞങ്ങളുടെ ഭാവി അറിയുന്ന ദൈവം ഇന്ന് രാത്രികാലം പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രികാലം കർത്താവേ, ആ ഇമ്പമേറിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. തുറന്നു നടക്കുന്ന ദൈവങ്ങളുടെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായ മാറ്റമില്ലാത്ത സ്ഥിരവചനം ഇന്ന് രാത്രികാലം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ. മാനസാന്തരം ഉണ്ടാകട്ടെ, മടങ്ങി വരവ് ഉണ്ടാകട്ടെ, ഗുണീകരണം ഉണ്ടാകട്ടെ. രാത്രികാലം നിത്യതയിൽ തടസ്സമായി നിൽക്കുന്ന സകലതിനോടും വിട പറയുന്ന മണിക്കൂറുകളായി ഈ മണിക്കൂറുകൾ മാറുന്നതിനായി സ്തോത്രം.
ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ന്നു സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. വേഗം വരാമെന്ന് അരുളി ചെയ്ത നസറേനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചേർന്ന് പറഞ്ഞാട്ടെ, ആമേൻ, ആമേൻ. മാറാനാഥ, നമ്മുടെ പ്രാണനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ മേഘ പ്രത്യക്ഷതയിൽ കാണാം. ഞങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. മാറാനാഥ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വളരെ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനോടും ദാസിയോടുമുള്ള ഞങ്ങളുടെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ചർച്ചായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടും ഹല്ലേലൂയ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ കുഞ്ഞുങ്ങൾ വളരെ തിരക്കുള്ളവരാണ്. 2 പേരും ജോലി ചെയ്യുന്നവരാണ്. 3 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട് കാനഡയിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ ആയിരിക്കുന്നു, ശുശ്രൂഷകളുടെ ബന്ധത്തിലും ആയിരിക്കുന്നു. വളരെ തിരക്കുകളുണ്ട് എങ്കിലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം അവരോട് അറിയിച്ചപ്പോൾ ഹല്ലേലൂയ വളരെ സന്തോഷത്തോടുകൂടെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയ ദൈവകൃപയെ ഓർത്ത് ഹല്ലേലൂയ സന്തോഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അനേക ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ എടുത്തുപയോഗിക്കട്ടെ എന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ തുടർന്നും ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ ജോയിൻ ചെയ്ത എല്ലാ മക്കളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾക്കൊക്കെ കർത്താവ് നമുക്ക് ഹല്ലേലൂയ മറുപടികളെ തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ കർത്താവ് എത്രത്തോളം നമ്മെ കൊണ്ടുവന്നല്ലോ. രോഗങ്ങൾ, ക്ലേശങ്ങൾ, കഷ്ടങ്ങളിൽ ഹല്ലേലൂയ പൊന്നുമുഖത്തേക്ക് നോക്കിയപ്പോൾ കർത്താവ് നമ്മെ സഹായിച്ചു. മനോഹരമായ ഗാനങ്ങളിൽ കൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടെ ശ്രേഷ്ഠമേറിയ ഹല്ലേലൂയ ദൈവിക ആലോചനകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലോ. ഒക്കെ നമ്മുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് വലിയ ഉത്തേജനവും സന്തോഷവും പകർന്നു തന്നു ഓർത്ത് നല്ല കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവം നമ്മുടെ മധ്യമുണ്ട്. അതുകൊണ്ടാണ് നാം ഭാഗ്യശാലികളായി തീരുന്നത്. ഹല്ലേലൂയ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഇല്ലാഞ്ഞിട്ടല്ല. അത് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ കർത്താവുണ്ട്. ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ സകലതും നിർവഹിച്ചു. ഹല്ലേലൂയ ഉയരത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നമ്മെ കണ്ടുകൊണ്ട് ഈ നിമിഷത്തിലും നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളെ ഭാരങ്ങളെ അറിഞ്ഞ് ഹല്ലേലൂയ നമ്മോട് കൂടെ ഹല്ലേലൂയ കർത്താവ് ഉണ്ടല്ലോ. ഹല്ലേലൂയ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് തന്ന വിജയത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്ര. ഹല്ലേലൂയ രോഗങ്ങളിൽ, ക്ലേശങ്ങളിൽ, ഭാരങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് കൂടെയിരുന്നു. നമ്മുടെ യാത്രകളിൽ കൂടെയിരുന്നു. ഉണ്മാനും ഉടുപ്പാനും ഹല്ലേലൂയ ജീവിതത്തിൽ വേണ്ടതെല്ലാം നൽകി തന്ന ജയോത്സവമായ മരുഭൂ യാത്രയിൽ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കലങ്ങി കുലുങ്ങി പോകാതെ, ജീവിതത്തെ നശിപ്പിച്ചു കളയാതെ, ഹല്ലേലൂയ മരണത്തിലേക്കും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കും നീക്കി കളയാതെ, തന്നെ അതിനുവേണ്ടി ഒരുക്കാതെ ദൈവം നമുക്ക് സമാധാനം തന്ന് വഴി നടത്തിയ കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ നിശ്ചയമായി ഹല്ലേലൂയ സ്തുതി ആരാധന ഉയരത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ഉയരത്തിൽ നിന്ന് ദിവ്യാനുഗ്രഹങ്ങളും ദൈവകൃപകളും നമ്മുടെ മേൽ പകർന്നു തന്ന ജയോത്സവമായി മരുഭൂ യാത്രയിൽ നമ്മെ വഴി നടത്തും. ഇതൊരു മരുഭൂ യാത്രയാണ്, ഇതൊരു പോർക്കളമാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ വേണ്ട വിശ്രമം തരുന്ന ആശ്വാസം തരുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടിയുണ്ട്. അതിനുവേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെയും ഹല്ലേലൂയ നമുക്ക് ദൈവം തരുന്നത്. കൂട്ടായ്മയുടെ ബലവും സന്തോഷം അനുഭവിപ്പാൻ സ്വർഗം നമ്മെ സഹായിച്ച് ഈ കൂട്ടത്തിലേക്ക് ആക്കി തീർത്ത മകനെ മകളെ എന്നുള്ള വിളി കേൾപ്പിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഞാൻ അധിക സമയം ഹല്ലേലൂയ എടുക്കുന്നില്ല. നമുക്ക് ഹല്ലേലൂയ തുടർന്ന് തിരുവചനങ്ങളെ കേൾക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസിയെ ദൈവം അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അനേക അനുഭവങ്ങളിലൂടെ കർത്താവ് നടത്തുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. ഹല്ലേലൂയ കർത്താവിന്റെ ദാസിയിൽ കൂടെ നമുക്ക് വചനം കേൾക്കുന്നതിന് മുൻപായി പല വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിപ്പാനുണ്ട്. ഹല്ലേലൂയ കർത്താവ് പല വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയെങ്കിലും ഒന്നും ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഇന്ന ദിവസങ്ങളിൽ തെസ്സലോനിക്ക ലേഖനം 1-2 അധ്യായം വായിച്ചപ്പോൾ അനേക വിഷയങ്ങൾ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവരോട് പറയുന്നത്, കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകട്ടെ. നിങ്ങൾക്ക് പ്രതികൂലങ്ങളിലാണ്, പ്രശ്നങ്ങളിലാണ്, ഭാരങ്ങൾ, എന്നാൽ ദൈവിക സന്തോഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിന് മാത്രമേ ആ സന്തോഷം ഹല്ലേലൂയ തരുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് മാത്രമേ ആ സമാധാനം നമുക്ക് തരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ അനേക ഗിഫ്റ്റുകൾ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാം കൊടുക്കാം. ഹല്ലേലൂയ ലോകപ്രകാരം, എന്നാൽ ഹല്ലേലൂയ സ്വർഗീയമായതിനെ ഹല്ലേലൂയ ശ്രേഷ്ഠമായത് ആ സമാധാനം, ആ സന്തോഷം, ആ ദൈവകൃപയൊക്കെ തരുവാൻ ഹല്ലേലൂയ
ഹാലേലിയ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ ഇന്ന് പൽക്കാലം ആരെങ്കിലും ഹാലേലിയ രാവിലെ സമയം ഭാരത്തോടുകൂടെ ആരും കർത്താവേ നിന്റെ ദിവ്യ സമാധാനം എന്നിലേക്കൊന്ന് ഒഴുകി വരണമേ, നിന്റെ ദിവ്യ സന്തോഷം എനിക്ക് തരണമേ. ഏത് ക്രൂശിന്റെ അനുഭവത്തിലും കാൽവറിയിലേക്ക് നടന്നു നീങ്ങുമ്പോഴും ഹല്ലേലൂയ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ ദൈവകൃപ ചോർന്നു പോകാതെ കർത്താവ് നമുക്ക് വേണ്ടി പങ്കപ്പാടുകളെ സഹിച്ചിട്ടും ഹല്ലേലൂയ അവിടെ നിന്നും പിറുപിറുത്തു പോകാതെ ആയിരുന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ അല്പ പ്രയാസങ്ങൾ വരുമ്പോൾ നാം പിറുപിറുക്കുന്നവരാണ്, ക്ഷീണിച്ചു പോകുന്നവരാണ്. എന്നാൽ നമ്മുടെ മാനസികമായ അവസ്ഥകളെ നന്നായി അറിയുന്ന കർത്താവ് ഹല്ലേലൂയ നമ്മോട് കൂടെയാണ്. അപ്പോസ്തലൻ ഹല്ലേലൂയ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഞാൻ ഇടപെടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യും, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. നാമം ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്നവരെല്ലാം ദൈവമക്കളാണ്. എല്ലാവരും ഹല്ലേലൂയ കർത്താവിനെ നന്നായി അറിയുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും ശുശ്രൂഷാമുഖങ്ങളിലായിരിക്കുന്നവരുമാണ്. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെ വൈഷമ്യങ്ങളെ പ്രശ്നങ്ങളൊക്കെയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കൊടുത്ത് സമാധാനത്തോടെ ഇരിപ്പാൻ, നമ്മളിൽ വാഴുന്ന നമ്മളിലേക്ക് ദൈവം അയക്കുന്ന സമാധാനം ഹല്ലേലൂയ സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഹല്ലേലൂയ പ്രിയ ഒരു കർത്താവിന്റെ ദാസി ലിബി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. ഹല്ലേലൂയ കർത്താവിന്റെ ദാസിക്ക് ഒരു ബയോപ്സി ഉണ്ട്. ഹല്ലേലൂയ വളരെ ഭാരത്തോടും മനോവിഷമത്തോടും കൂടെ നമ്മോട് പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചു. എനിക്ക് ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൽ വിശ്വാസത്തോടുകൂടെ താനായിരുന്നു. കർത്താവ് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ നെഗറ്റീവായി കാണുവാനും ഹല്ലേലൂയ സന്തോഷത്തോടെ ഇന്ന് പൽക്കാലം പ്രിയ മകളും ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ഭാരങ്ങളെ ഹൃദയത്തെ അറിയുന്ന ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീതിയോടെ ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരവരുളുന്ന ഒരു കർത്താവ് സത്യനിമിത്തം ഉയർത്തേണ്ട തന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. എനിക്കറിയാം മനോഭാരങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലോകപരമാകുന്ന വിഷയങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വിവിധ വിഷയങ്ങൾ ആരോഗ്യപരമാകുന്ന വിഷയങ്ങളൊക്കെ ഓർത്ത് ഭാരത്തോടുകൂടെ ഹല്ലേലൂയ ദൈവസന്നിധിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ മനുഷ്യനായി പിറന്നവർക്ക് എല്ലാ കുലചിന്തകളുണ്ട്. എന്നാൽ അല്ലെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നത് ഹല്ലേലൂയ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നീതിമാൻ കുലുങ്ങി പോകുവാൻ യഹോവ അനുവദിക്കുകയില്ല. കുലുങ്ങാതെ നിൽപ്പാൻ കർത്താവ് നമ്മെ ധാരാളം സഹായിക്കുമാറാകട്ടെ. അല്ലെ നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നാം അറിയുന്നത് പോലെ അനേക കർത്തൃദാസന്മാർ ഹല്ലേലൂയ ജയിലറുകളിലായിരിക്കുന്നല്ലോ. വിശേഷാൽ പ്രിയ ജോസ് പാസ്റ്റർമാർ 2 ജോസ് പാസ്റ്റർമാരും കുടുംബങ്ങളും ജയിലറുകളിലായിരിക്കുന്നു. കർത്താവ് ദാസന്മാരെ പ്രത്യേകം പെട്ടെന്ന് തന്നെ വിടുവിക്കുവാൻ ഹല്ലേലൂയ അതുപോലെ ജയിലറുകളിലായിരിക്കും മറ്റ് ദൈവദാസന്മാർ വിടുവിക്കപ്പെടുവാൻ നാം പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നാശനഷ്ടങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്നൊക്കെ കർത്താവ് അല്ലെങ്കിൽ വിടുവിക്കാം. ഓരോ ദൈവ പൈതങ്ങളും അതാത് ദേശങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോൾ ദേശത്ത് സംഭവിക്കാവുന്ന അനർത്ഥങ്ങളൊക്കെയും ദൈവം നമ്മെ അറിയിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നൊക്കെയും നീക്കുപോക്കുകളെ തരികയും ചെയ്യുന്ന ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ അധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേക നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. നമ്മുടെ തലമുറകൾ ഇവല്ലാത്ത വഷളത്വമേറിയ ലോകത്തില് ദൈവിക ചിന്തയുള്ളവരായി ദൈവപ്രസാദം തേടുന്നവരായി ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരുവാൻ വിശേഷാൽ നമ്മുടെ ദൈവ തലമുറകളെ കുഞ്ഞു തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ബലഹീനതയോടുകൂടെ ആയിരിക്കുന്ന സഹോദരിമാരുണ്ട്. അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആകാശമാർഗം കരമാർഗം എല്ലാം യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ വിഷയങ്ങളൊക്കെയും ദൈവകരങ്ങളിൽ നമുക്ക് കൊടുത്ത് സ്തോത്രം ചെയ്യുക. അല്പസമയം അവരവരുടെ കുടുംബങ്ങളെയും അവരവരുടെ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ അവരവരുടെ ആത്മീയ ജീവിതത്തെയും ദേഹം ദേഹി ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദേഹം ദേഹി ആത്മാവിനെ ഏൽപ്പിക്കുന്നു, കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു, തലമുറകളെ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. അവിടുത്തെ നാമം ഞങ്ങളിലൂടെ മഹത്വം എടുക്കണം. നിന്റെ നാമം ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളിലൂടെയാണല്ലോ വെളിപ്പെടുത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. സകല കുടുംബങ്ങളെയും യേശുവിന്റെ കർത്താവിന്റെ പുണ്യാഹ രക്തം കൊണ്ട് മുദ്രയിട്ട് അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഏത് ദേശത്ത് നിന്ന് ജോയിൻ ചെയ്താലും കർത്താവേ ആ ദേശങ്ങൾ ഹല്ലേലൂയ ഭവനങ്ങൾ പ്രിയപ്പെട്ടവർ അവരായിരിക്കും ദൈവസഭ അവരെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ കൂട്ടു സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹ നിറവോടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ അയക്കേണ്ടതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ആലിസ് കുട്ടി ആന്റി ഹല്ലേലൂയ
ഹല്ലേലൂയ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ലിസിക്കുട്ടി ആന്റിയാണ് നമുക്ക് ഹല്ലേലൂയ പ്രിയ ഷേർലി സിസ്റ്ററിനെ പരിചയപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥനയ്ക്കായി തരണത്തിൽ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് ഹല്ലേലൂയ അതിന് ശേഷം നമുക്ക് വചനത്തിലേക്ക് കയറാം. കർത്താവിന്റെ ദാസി ലിസിക്കുട്ടി സാം ഈ വിഷയങ്ങളെല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി അപ്പ, നന്ദി അപ്പ. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന യേശുവപ്പ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളങ്ങെ വാഴ്ത്തുന്ന യേശുവപ്പ. ചെയ്ത സകല ഉപകാരങ്ങൾക്കായി നന്ദി അപ്പ, നന്ദി അപ്പ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ദൈവത്തിന്റെ തിരുപ്പാതപിടുത്തെങ്കിൽ ഞങ്ങൾ കർത്താവെ സൂമിൽ കൂടെ കർത്താവെ ഞങ്ങൾക്ക് 107 പേർക്ക് ദൈവപാതിപിടുത്തിലായിരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടികൾ പല രാജ്യത്ത്, പല ദേശത്ത്, പല ഭവനങ്ങളിൽ ഞങ്ങളായിരിക്കുന്നവർ കർത്താവെ, ഞങ്ങളുടെ പാതിപിടുത്തിലാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ നിശ്ചയമുണ്ടപ്പച്ച. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങിയവരുണ്ട് കർത്താവെ. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പെട്ടെന്നുള്ള ആപത്തുകൾ, ഓർക്കാപ്പുറത്ത് വരുന്ന സംഭവങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, അവയെന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു പിതാവെ. ദുഃഖവും കഷ്ടവും വരാതെ ഞങ്ങളെ കാത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരുന്ന, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ ഞങ്ങളെ വിടുവിച്ചല്ലോ കർത്താവെ. ഒരു പ്രഭാതം കൂടെ, ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ജീവനോടെ കർത്താവ് കാത്തതിനായി സ്തോത്രം. ഞങ്ങളെ കുറിച്ചെല്ലാം ഒരു ഉദ്ദേശം കർത്താവ് ഉള്ളതിനായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ തിരിഹിതം ഞങ്ങളിൽ നിറവേറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ ഹിതപ്രകാരം ദിവസത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇതിനകത്ത് അനുഭവിക്കുവാൻ ശവനഗതുനിയ റഗടകൾ കനാദി അർത്തുന രഗസേറി ഖാനഗതുന വൈഡമനഗടക അന്തൽ ഖനഗക്ഷസിയാരവ ഷൈഡമനഗതുനിയ. കർത്താവെ, നിമിഷം വരെ ദൈവ സാന്നിധ്യവും ആ ദൈവത്തെ ഷെക്കേനയുടെ കീഴിൽ ഞങ്ങൾക്ക് ഇരിക്കുവാൻ, ആ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ ഞങ്ങൾക്ക് ഇരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ മറവായി ഉള്ളതിനായി നന്ദി പറയുന്ന പച്ച. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യവും സമാധാനവും ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, കൊയറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ ശബ്ദം കർത്താവെ ഞങ്ങളെ പാട്ടിൽ കൂടെ കേൾക്കുവാൻ ഇടയായി. അങ്ങയുടെ ദാസിൽ കൂടെ അനേക കർത്താവെ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായി. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ. ദൈവ സാന്നിധ്യം അതിന്റെ മധ്യത്തിൽ വെളിപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് കൃപ പകരണമേ കർത്താവെ. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളെ ഒക്കെ ദൈവം സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ ദൈവദാസന്മാരൊക്കെ കർത്താവെ ജയിലറകളിലൊക്കെ ആയിരിക്കുന്നു, അവരെയൊക്കെ ദൈവം വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സമാധാനത്തിലും ദൈവകൃപയിലും അവരെ പാത്തു പരിപാലിച്ച് കൃപയിൽ അവിടുന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന ദേശങ്ങൾ, രാജ്യങ്ങൾ കർത്താവെ സുരക്ഷിതമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളൊരു അനുഗ്രഹമായി മാറുവാൻ ഇടയാക്കണമേ കർത്താവെ. സ്തോത്രം. സംഭവിക്കുവാനുള്ളത് സകലതും അതിനു മുൻപേ ഞങ്ങളെ കാണിക്കണമേ. ഞങ്ങളെ വിളക്കായി യെഹെസ്കേലിനെ പോലെ ഞങ്ങളുടെ ദേശങ്ങളുടെ, രാജ്യങ്ങളുടെ കാവൽക്കാരാക്കി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ ദേശത്തിന്റെ കാവൽക്കാർ ഞങ്ങളാണ്. അല്ലെങ്കിൽ എന്റെ ദേശത്തിന്റെ കാവൽക്കാരി ഞാനാണ് കർത്താവെ. അത് ഏറ്റെടുക്കുകയാ ശബനഗതുന റിമൻകനാഥനാദിക. ഞങ്ങളുടെ രാജ്യങ്ങളുടെ കാവൽക്കാരികളായി കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ലീഡ് ചെയ്യുന്ന കർത്തൃദാസിക്കായി സ്തോത്രം. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ദൈവം കൊടുത്ത വലിയ വിഷനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ആ രാജ്യത്തിന്റെ ഉണർവിനായി കണ്ട കുടുംബമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ആ രാജ്യത്തിന്റെ ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാൻ അങ്ങയുടെ ദാസിയിൽ കൂടെ, കർത്താവിന്റെ ദാസിയിൽ കൂടെ അത് ചെയ്ത് കർത്താവെ അതിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ 2025 അതിനായി കർത്താവ് അങ്ങയുടെ ദാസിയെ ആമേൻ കുടുംബമായി ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. വിശേഷ കർത്താവെ ഞങ്ങളുടെ ഷാർലിസിസ്റ്റായി പ്രാർത്ഥിക്കുന്നു. കർത്തദാസിയെ കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ശക്തമായി ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. ആക്കിയ രാജ്യത്തിൽ കർത്താവിൽ ദൈവത്തിന്റെ കരുതൽ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷ മേഖലകളെ വർദ്ധിപ്പിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. യാത്ര ചെയ്ത് നാട്ടിൽ വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ആയുസ്സും ആരോഗ്യ ദൈവം കൊടുത്തതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ, തിരുവചനം സംസാരിക്കുവാൻ അപ്പൊ അങ്ങോട്ട് ദാസ്യ ദൈവം ഉപയോഗിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവെ. ശക്തമായി
കൊടുത്താട്ടെ, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ശബ്ദമാക്കി ഞങ്ങൾ കേൾപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ വചനം ഞങ്ങളോട് ഇടപെടണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദാസിയുടെ മേലെ കർത്താവെ ആ വചനം കൊടുത്തിരിക്കുന്ന സ്തോത്രം. ദൈവശബ്ദം ഞങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനകൾ അരുളപ്പാടുകളും അങ്ങയുടെ ദാസിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം കർത്താവ്. ഞങ്ങൾ അത് ഏറ്റുവാങ്ങുവാൻ അപ്പച്ചാ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റണം. ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും കർത്താവെ ഞങ്ങളുടെ തലമുറകൾക്കും അത് അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവ്. ഒരു വലിയ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണമേ. വചനം കർത്താവെ ക്രിയ ചെയ്യുന്നതാ, വചനം സൃഷ്ടിക്കുന്നതാ, വചനം സൗഖ്യമാക്കുന്നതാ, വചനം ഇല്ലാത്തതിനെ പോലെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നതാ. ദൈവത്തിന്റെ അദൃശ്യകരം അതിന്റെ മധ്യത്തിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദാസിയുടെ നാവിന്മേൽ കർത്താവെ ദൈവ വചനമാകുന്ന വാള് പുറപ്പെടട്ടെ. ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരക്തത്താൽ ദാസിയെ മുദ്ര വെക്കുന്നു. കുടുംബമായി തലമുറകളെ കർത്താവെ മാതാപിതാക്കളെ എല്ലാം കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നത് മീറ്റിംഗ് അനുഗ്രഹമാക്കിക്കാട്ടെ. എല്ലാം മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. അമേൻ അമേൻ അമേൻ. താങ്ക് യു ഹല്ലേലൂയ ആന്റി. ഹല്ലേലൂയ. ശരീരത്തിന് അല്പക്ലേശതയാണ് എങ്കിലും ഹല്ലേലൂയ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുവാനും പ്രാർത്ഥനയിൽ പോരാടുവാനും കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഹല്ലേലൂയ വചനം ഘോഷിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസി സിസ്റ്റർ ഷെർലി ലൂക്കോസ് ആണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോൾഡ് കോസ്റ്റിലെ കുടുംബമായിട്ടായിരിക്കുന്നു. കർത്താവിന്റെ വേലയിലും അതുപോലെ തന്നെ ഹല്ലേലൂയ അവര് സെക്കുലർ ജോലിയും ചെയ്തുകൊണ്ടായിരിക്കുന്നു. കർത്താവിന്റെ ദാസന് അതുപോലെ 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് ദാനമായി കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ അഹോരാത്രം അതിന്റെ വേലയിൽ അഹോരാത്രം വർക്ക് ചെയ്യുകയും ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ ബദ്ധപ്പാടോടുകൂടെ ആയിരിക്കുന്നു. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ ദാസിയെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ആണെങ്കിൽ എനിക്ക് സാധിക്കത്തില്ല, ബുധനാഴ്ചകളിൽ എനിക്ക് ജോലിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ നാട്ടിൽ വന്നിരിക്കുകയാണ് മാതാപിതാക്കളെ കാണുവാൻ. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ അങ്ങനെ ഒരു സമയം ലഭിച്ചപ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസി ഹല്ലേലൂയ എന്നോട് ഹല്ലേലൂയ പറയുകയും നമുക്ക് ഒന്നിച്ച് രാവിലെ സമയമായിരിക്കാൻ ഇടയാക്കിയല്ലോ. കർത്താവിന്റെ ദാസി കർത്താവ് കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾ വചനങ്ങൾ ഹല്ലേലൂയ നമ്മോട് പ്രസ്താവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ജീവിതത്തിന് അനുഭവങ്ങൾ കൂടെ ഒക്കെ നമ്മോട് സംസാരിപ്പാനുള്ള ഹല്ലേലൂയ സാന്ദ്രത്തോടെ സംസാരിപ്പാനുള്ള അവസരങ്ങളുണ്ട്. കർത്താവിന്റെ ദാസിയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു കർത്താവിന്റെ ഹല്ലേലൂയ ഒരു പാസ്റ്ററുടെ മകളും കൂടെയാണ്. ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ വേല ചെയ്ത ഒരു കുടുംബത്തിൽ നിന്ന് ഹല്ലേലൂയ മുന്നോട്ട് വരുവാൻ തക്കോണം കർത്താവിന്റെ ദാസിയെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനങ്ങൾ എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന മധുരിപ്പിക്കുന്ന ജീവിതത്തിന്റെ കയ്പിനെ മാറ്റുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ വചനം. അതുപോലെ അവന്റെ വചനങ്ങൾ നിന്റെ ചട്ടങ്ങൾ ഹല്ലേലൂയ എനിക്ക് പ്രമോദമാകുന്നു. ഹല്ലേലൂയ. ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നെന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഏതെങ്കിലും നിലകളിൽ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിപ്പാൻ ദൈവത്തിന്റെ വചനം മതിയായതാകിയാൽ ഞാൻ ഇനിയും സമയം മുന്നോട്ടെടുക്കുന്നില്ല. കർത്താവിന്റെ വിലയേറിയ ദാസിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഹല്ലേലൂയ ഞങ്ങൾ ഒന്നിച്ച് ഹല്ലേലൂയ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസിക്ക് ശുശ്രൂഷിക്കാവുന്നതാണ്. സ്തോത്രം. താങ്ക് യു ഫെബി ആന്റി. എന്നെ കേൾക്കാവോ? കേൾക്കാം. സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ടൈം സോണുകളിലായി ഈ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗത്തിൽ വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച സിംഗപ്പൂർ എബനേസർ ചർച്ചിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്കായി നന്ദി പറയുകയാണ്. ബേബി ആന്റി കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആമേൻ വീണ്ടും ഹല്ലേലൂയ ശക്തിയോടെ ഓടുവാൻ അധ്വാനിക്കുവാൻ എല്ലാം തന്റെ ദാസിയെ കുടുംബമായി കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് നമ്മൾ കൂടി. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും ആമേൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത് വർഷിപ്പ് മാത്രമല്ല, പല ദൂതുകളും ദൈവദാസൻ നമ്മളോട് വിളിച്ചു പറയുകയുണ്ടായി. ദൂത് ഏറ്റെടുത്തവർക്കായും ആരാധിച്ചവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത
ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ, ഈ പുതിയ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ലഭിച്ച നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഒരു ദേശമുണ്ട്. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ അവിടെ ആക്കി വച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഓടി ഒളിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവഹിതമില്ലാതെ ഓടി ഒളിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന്റെ പരിണിത ഫലവും നാം അനുഭവിക്കേണ്ടി വരും. എന്നാൽ ദൈവാലോചന ചോദിച്ച് നാം ഓടുന്നുവെങ്കിൽ, ദൈവഹിതപ്രകാരം ഒരു ദേശത്തു നിന്ന് ഒരു ദേശത്ത് പോകുന്നുവെങ്കിൽ, ഒരു ചർച്ചിൽ നിന്ന് ഒരു ചർച്ചിലേക്ക് പോകുന്നുവെങ്കിൽ, അവിടെ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയിരിക്കും. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഈ ജനത്തോട് വിളിച്ചു പറയുവാൻ, ആമേൻ, ഞാൻ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത്, ഞാൻ ആക്കി വച്ചിരിക്കുന്ന ദൈവസഭയിൽ, ഞാൻ ആക്കി വച്ചിരിക്കുന്ന കുടുംബത്തിൽ നിൽക്കുവാൻ. ഹല്ലേലൂയ. ദൈവ ആലോചനയില്ലാതെ ആരും എങ്ങും ഓടിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ആന്റി പറഞ്ഞതുപോലെ കുടുംബമായി, ആമേൻ, ഔദ്യോഗിക ജോലിയോടനുബന്ധിച്ച് ഓസ്ട്രേലിയയുടെ ദേശത്തായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് റെജി വർഗീസ്, എനിക്ക് 2 ആൺകുഞ്ഞുങ്ങൾ, ജോയൽ ആൻഡ് ജൂബൽ. ജോയൽ വർക്ക് ചെയ്യുന്നു, ജൂബൽ സ്റ്റിൽ യൂണി സ്റ്റുഡന്റ് ആണ്. അതുപോലെ എൻ്റെ പപ്പായും മമ്മിയും ദീർഘകാലം സുവിശേഷ വേലയിലായിരുന്നു. ഒരു കർത്താവിന്റെ ദാസന്റെ മകളായി പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പപ്പായും മമ്മിയും ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. പപ്പായ്ക്ക് 85 വയസ്സും മമ്മിക്ക് 83 വയസ്സുമുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ദൈവം അവരെ നടത്തുന്നു, ആരോഗ്യത്തോടെ ബലത്തോടെ സൂക്ഷിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. 2 പേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 3 സഹോദരിമാരുണ്ട്. എല്ലാവരും കുടുംബസ്ഥരാണ്. ദൈവം അവരവരെ ആക്കിയിരിക്കുന്ന ദേശത്ത് അവരാൽ കഴിയുന്നത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരു ദേവദാസന്റെ മകളായി ജനിച്ച് വളർത്തപ്പെട്ടത് കൊണ്ട് തന്നെ ഹല്ലേലൂയ, ആമേൻ, കൃപയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. വളരെ ചിട്ടയോടാണ് ഞങ്ങളുടെ പപ്പായും മമ്മിയും ഞങ്ങളെ ചെറുപ്പത്തിൽ മുതൽ ആമേൻ വളർത്തിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്നേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 55 വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. നമുക്ക് എങ്ങും അധികം പോകുവാനോ അധികം ഇടപെടുവാനോ അങ്ങനെ ഞാൻ പറയും, അങ്ങോട്ട് നോക്കിയാൽ കുറ്റം, ഇങ്ങോട്ട് നോക്കിയാൽ കുറ്റം. സ്തോത്രം. പല അവഗണനകളും നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ദൈവദാസന്റെ മകളായതുകൊണ്ട് ആമേൻ, സ്തോത്രം, ഒത്തിരി ബഹുമാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വചനം എടുക്കുമ്പോൾ തന്നെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ അതിന്റെ കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ ഹല്ലേലൂയ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു നഴ്സാണ്. എൻ്റെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വോമിറ്റിങ്ങും ഡയറിയായും വന്ന് ഞാൻ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. അന്ന് ഹോസ്റ്റലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നെ പെട്ടെന്ന് അവര് സ്ട്രെച്ചറിലാക്കി ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് അവര് ECG എടുത്തപ്പോൾ ECGയിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം IV ട്രിപ്പ് ഒക്കെ തന്നതിന് ശേഷം എന്നെ റൂമിലേക്ക് മാറ്റി വൊമിറ്റിംഗ് കുറയുവാനായിട്ട്. അന്ന് പെരിണം എന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അത് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് റിയാക്ഷനായി. വീണ്ടും ഞാൻ അബോധാവസ്ഥയിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. അങ്ങനെ അവസാനം ഡോക്ടർമാർ വന്നപ്പോൾ എനിക്കൊരു 6 മണിക്കൂറാണ് എനിക്ക് പറഞ്ഞത്. അന്ന് ഡോക്ടർ പറഞ്ഞു 6 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ ആന്റിഡോട്ട് കൊടുത്ത് മടങ്ങി വന്നാൽ മടങ്ങി വരണം. ആ സമയത്തൊക്കെ വീട്ടിൽ വിളിക്കുവാൻ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ആമേൻ. എങ്ങനെ അറിയിക്കും? അങ്ങനെ വളരെ ബുദ്ധിമുട്ടി. എന്നാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വളരെ ശക്തിയോടെ, അന്ന് എന്റെ കൂട്ടുകാരായിട്ട് പെന്തക്കോസ്തുകാർ ആരുമില്ലായിരുന്നു. എല്ലാവരും വർത്തമാനക്കാരും കാത്തലിക് ബിലീവേഴ്സും ആയിരുന്നു. എന്നാൽ ഞാൻ രാവിലെ എന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ബോധം വീണപ്പോൾ, എന്റെ ബെഡിന്റെ ചുറ്റും നിന്ന് എന്റെ കൂട്ടുകാർ കർത്താവേ ഇവളെ വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്.
അങ്ങനെ ഞാൻ അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസരത്തിൽ എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ നാക്കൊക്കെ കുഴിഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്റെ ഉള്ളിലെടുത്തു. കർത്താവെ, എന്റെ ജീവനെ മടക്കി തന്നാൽ ആയുസ്സുള്ള കാലത്തോളം അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് എന്റെ ഹൃദയത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അതിനു മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളുടെ പിതാവിനോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പപ്പ എന്തിനാ ഈ ഉപദേശിപ്പണി പോയത്, പപ്പായ്ക്ക് വേറെ ജോലിക്ക് പോകുവാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോട് പറയും, ഹല്ലേലൂയ, ഒരു കർത്താവിന്റെ ദാസന്റെ മകളായി ജനിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ട് ഇന്നും കൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് ഇന്നും നടത്തുന്നു. എന്റെ പപ്പ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് ലഭിക്കുവോളം പപ്പ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം, കർത്താവ് പപ്പായുടെ പ്രാർത്ഥനാ ജീവിതം എന്റെ ജീവിതത്തിലേക്കും ദൈവം പകർന്നു തന്നു. ഹല്ലേലൂയ. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും ആമേൻ, മനുഷ്യരോട് പറയാതെ ഓടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കർത്താവിനോട് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, എന്ത് ചെയ്യണം എന്നുള്ള മറുപടി ദൈവം നൽകി തന്ന് ഹല്ലേലൂയ അതിന്മേൽ ജയമെടുക്കുവാനും മുന്നേറുവാനും തക്കവണ്ണം കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വായിക്കുവാൻ ആഗ്രഹിച്ച പല ഭാഗങ്ങളും ദേവദാസൻ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ അതിനകത്തിൽ പറഞ്ഞു പോയി. സ്തോത്രം. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം, ആമേൻ, അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. 3-ാം സങ്കീർത്തനം 3-ാം വാക്യം. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ വായിച്ചു കേട്ട വചനം അങ്ങയുടേതാണ്, അടിയൻ നിന്റേതാണ്. ഹല്ലേലൂയ. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന ജനം നിന്റേതാണ്. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യയെ പരിവർത്തിക്കുമാറാകണം. ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, അങ്ങയുടെ ശബ്ദം ഇന്ന് രാവിലെ സമയം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഹല്ലേലൂയ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹവും വിടുതലുമാകുന്ന രീതിയിൽ ഹല്ലേലൂയ ഞങ്ങളോടങ്ങ് സംസാരിക്കുമാറാകണം. വചനത്തിനെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, ദേശത്തിന്റെ ആധിപത്യ പോരുകൾ എല്ലാം അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാം സുപരിചിതമായ ഒരു സങ്കീർത്തന വാക്യമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഉരുവിടുന്ന ഒരു വാക്യമാണ്. ഞാൻ എന്നും തന്നെ ഉരുവിടാറുണ്ട്. ദൈവമേ, ഹല്ലേലൂയ, നീ എനിക്ക് ചുറ്റും പരിചയാണ്, എന്റെ മഹത്വമാണ്, എന്റെ തല ഉയർത്തുന്നവനാണ്. അതിന്റെ ഹെഡിങ്ങിൽ പറയുന്നുണ്ട് ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്ന്. തന്റെ മകനായ അബ്ശാലോമിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ചുറ്റുമുള്ളവരെല്ലാം പറയുക, ഇവൻ ഇനി ഒരു രക്ഷയുമില്ല, ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവൻ ഒരു നന്മയും ലഭിക്കുകയില്ല, എന്റെ ചുറ്റും ശത്രുക്കളാ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ദാവീദ് പറയുക, നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീ എനിക്ക് ചുറ്റും പരിചയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദാവീദ് പറഞ്ഞതുപോലെ ഈ ലൈനിൽ ചിലരുണ്ട്, അവര് പറയുകയാണ് ചുറ്റും ശത്രുക്കളാണ്, ഹല്ലേലൂയ, ഒരു രക്ഷയുമില്ല, എല്ലാ വാതിലും അടഞ്ഞു, എല്ലാ നന്മയും അടഞ്ഞു, ഇനി ഒരു വിധത്തിലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചു വലയുന്ന ചിലരോട് അവൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇല്ല, ഞാൻ നിന്റെ പരിചയാണ്. ഹല്ലേലൂയ. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഇത് എന്നോടും നിങ്ങളോടുമുള്ള വാഗ്ദത്തമാണ്. ഇന്ന് പകൽക്കാലം നീ തോറ്റവനല്ല, നീ ജയിച്ചവൻ, നീ തോറ്റവനല്ല. ഹല്ലേലൂയ.
നാം ജയിച്ചവരാണ്. കാരണം നമ്മുടെ പിതാവ് ജയിച്ചവനാണ്. ഹാലലൂയ, ഹാലലൂയ. ആ ജയത്തിന്മേൽ എനിക്കും നിങ്ങൾക്കും ജയമുണ്ട്. ആ ജയം നിങ്ങൾ കൊണ്ടാടിക്കൂ. ആ ജയത്തില് നിങ്ങൾ പ്രശംസിച്ചോ. ഹല്ലേലൂയ. നമുക്ക് പുകഴുവാനും പ്രശംസിക്കുവാനും ഒന്നുമില്ല. ഹല്ലേലൂയ. ആ ക്രൂശിലല്ലാതെ ഹല്ലേലൂയ അവൻ നമ്മെ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ സന്തോഷിപ്പാൻ വകയുണ്ട്. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ ലജ്ജിച്ചു പോകും എന്ന ചിന്തയോടെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇതിനകത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പറയുക, യഹോവേ നീ ചുറ്റും എന്റെ പരിചയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്തിൽ നിന്നുകൊണ്ട് പരിചയയെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. സദൃശ്യവാക്യം 30-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തവയാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയാകുന്നു. യഹോവയെങ്കിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയാകുന്നു എന്ന് ശലോമോൻ പറയുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അബ്രഹാം പറയുന്നു, യഹോവയുടെ പരിച. ഉൽപ്പത്തി പുസ്തകം 15:1 അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ, ആമേൻ. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് യഹോവ എനിക്ക് ചുറ്റും പരിച എന്ന് പറയുമ്പോൾ, സദൃശ്യവാക്യത്തിൽ ശലോമോൻ വിളിച്ചു പറയുന്നു, ദൈവം എന്റെ പരിച. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം പറയുന്നു, ദൈവം എന്റെ പരിച. ഹല്ലേലൂയ. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് എന്താണ് പരിചയ്ക്ക് പറയുന്നത്? എബേസ്യർ 6:16 എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തും കൊണ്ട് നിൽപ്പീൻ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പരിചയ്ക്ക് നൽകുന്ന വ്യാഖ്യാനം വിശ്വാസം എന്നാണ്. ഹല്ലേലൂയ. വിശ്വാസിക്ക് എന്തിനാണ് പരിച? ഈ പരിചയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. പൗലോസ് ഇവിടെ പറയുന്നത്, നിന്റെ മുൻപിൽ വിശ്വാസം എന്ന പരിചയമുണ്ട്. ഹല്ലേലൂയ. അത് നീ ധരിച്ചു കൊള്ളുക. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം ധരിച്ചിരിക്കുന്നത് ഏത് പരിചയാണ്? 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുവാൻ കഴിയും. 1 ശമൂവേൽ 17:7 അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുൻപേ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഒരു പരിചക്കാരൻ അവന്റെ മുൻപേ നടന്നു. ഗോലിയാത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഏലാ താഴ്വരയിൽ പടയ്ക്കു വേണ്ടി അണിനിരന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യവും അവരുടെ ശത്രുക്കളായ ഫെലിസ്ത്യരും. ആ 2-3 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഈ ഗോലിയാത്ത് ധരിച്ചിരിക്കുന്ന ആ ആയുധത്തിന്റെ ഒക്കെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതവിടെ നിർത്തിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ, ഇവിടേക്ക് മടങ്ങി വരാം. ഇവിടെ പറയുന്നത് ഈ ഗോലിയാത്ത് പരിച ധരിച്ചിരുന്നില്ല, എന്നാൽ ഒരു പരിചക്കാരൻ ഇവന്റെ മുൻപേ നടന്ന് പോയിരുന്നു. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം
അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ആസയ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തവരായി 3,00,000 യഹൂദ്യരും ചെറുപരിചയെടുപ്പാനും വില്ലുകുലപ്പാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീന്യരും ഉള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. ആസയ്ക്ക് വലിയ ഒരു സൈന്യമുണ്ടായിരുന്നു. അതിൽ വൻ പരിചയെടുക്കുവാൻ 3,00,000 ആൾക്കാരായിരുന്നു ആസയ്ക്കുണ്ടായിരുന്നത്. ചെറുപരിച ധരിച്ചുകൊണ്ട് 28,000 2,80,000 ആൾക്കാർ തന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിചയുടെ കൂട്ടത്തിൽ ചെറുപരിചയുണ്ട്, വൻ പരിചയുമുണ്ട്. ഇനി ഈ ചെറുപരിച ധരിച്ചിരുന്നത് യുദ്ധത്തിൽ നിന്നിരുന്ന യോദ്ധാക്കൾ എല്ലാവരും ഈ ചെറുപരിച ധരിച്ചിരുന്നു. ആമേൻ, സ്തോത്രം. പരിചയുടെ ഇംഗ്ലീഷ് വേർഡ് ഷീൽഡ് എന്നാണ്. ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ വിവിധ രീതിയിലുള്ള ഷീൽഡിന്റെ പടങ്ങൾ അവിടെ കാണുവാൻ കഴിയും. ഇവിടെ യുദ്ധത്തിന് പോകുന്ന ഒരു പടയാളി ഈ ചെറുപരിച ധരിച്ചിരുന്നു. എന്നാൽ വൻ പരിച ധരിച്ചിരുന്നത് അത് യുദ്ധം ചെയ്യുന്ന ആ വ്യക്തി അവന് ശത്രുവിൽ നിന്ന് രക്ഷ നേടുവാൻ തന്നെ ഫുള്ളായിട്ട് ആവരണം ചെയ്താണ് വൻ പരിച ധരിച്ചിരുന്നത്. അത് വേറെ ഒരു വ്യക്തി ഇങ്ങനെ പിടിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ വ്യക്തി യുദ്ധം ചെയ്യുന്ന ആള് നടക്കുമ്പോൾ അതിന്റെ അരികിൽ വേറൊരു വ്യക്തി ഈ വലിയ പരിച പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം ശത്രുവിന്റെ ഒരു ആയുധവും ഒരു ദോഷവും തട്ടി യുദ്ധം ചെയ്യുന്ന ആൾ മരിക്കാതെ ഇരിക്കുവാനാണ് ഈ വൻ പരിച ധരിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം 1 ശമൂവേൽ കണ്ടതുപോലെ ഇസ്രായേൽ സൈന്യവും ഫെലിസ്തീനും യുദ്ധത്തിന് അണിനിരന്നിരിക്കുകയാണ്. ഫെലിസ്തീനരുടെ ഇടയിൽ നിന്നും ഒരുവൻ കടന്നു വന്നിട്ട് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഈ ഗോലിയാത്ത് പരിച ധരിച്ചിരുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഒരു പരിചക്കാരൻ അവന്റെ മുൻപേ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. ഗോലിയാത്ത് വൻ പരിച, ഹല്ലേലൂയ, സ്തോത്രം, ധരിക്കാതിരുന്നത് കൊണ്ട് അഭിഷേകമുള്ള ദാവീദിന്റെ കയ്യിലെ കല്ല് മിസൈല് പോലെ വന്ന് ഗോലിയാത്തിന്റെ നെറ്റിയിൽ തറച്ചു. അവൻ അപ്പോഴേ താഴെ വീണ് മരിക്കുകയുണ്ടായി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, എന്തിനാണ് ഒരു ദൈവ പൈതലിന് പരിച? ഒരു ദൈവ പൈതൽ പരിച ധരിക്കേണ്ടതുണ്ടോ? നാം കണ്ടല്ലോ പരിചയില്ലാതെ യുദ്ധത്തിന് പോയ ഗോലിയാത്തിന്റെ അവസ്ഥ. ഞാനും നിങ്ങളും ഇന്നൊരു യുദ്ധകളത്തിലാണ്, ആത്മീയ പോർക്കളത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ചെറുപരിചയും വൻ പരിചയും ധരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ഗോലിയാത്ത് എന്നോട് യുദ്ധം ചെയ്യുവാൻ ആരുണ്ട്? ഇസ്രായേൽ പരിശയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ദാവീദ്, ഹല്ലേലൂയ, എന്റെ ഭാഷയിൽ പറഞ്ഞ ഇടയച്ചെറുക്കനായ ദാവീദ് മുൻപിലേക്ക് കടന്നു ചെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 45-ാം വാക്യത്തിൽ, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് വിളിച്ചു പറയട്ടെ. ശത്രുവായവൻ നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലാതെയാക്കുവാൻ, നിന്റെ തലമുറയെ നശിപ്പിക്കുവാൻ, നിന്റെ തലമുറയെ ദൈവസന്നിധിയിൽ നിന്ന് ആമേൻ മാറ്റുവാൻ ആമേൻ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ,
ആമേൻ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ദൈവത്തിന്റെ നാമവുമായി ദുഷ്ടനെ നീ എതിരേൽക്കണം, അവനോട് പോരാടി ജയിക്കണം. ദാവീദ് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഒന്ന് പറയുവാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? ഞാനോ നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ നേരെ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ യുദ്ധത്തിനായി ഹല്ലേലൂയ നിങ്ങൾക്കൊന്ന് ഒരുങ്ങാമോ? നിങ്ങൾക്കൊന്ന് ഒരുങ്ങാമോ? നിങ്ങൾക്കൊന്ന് ഒരുങ്ങാമോ? ഹല്ലേലൂയ. റേകാല രകമ ശതുരലബ രേധുര കലാരബ ശാന്തൽ കൗഡകാലബ ഹദന രഗദ 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 രഗദ. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ കർത്താവ് ഹല്ലേലൂയ ആയുധം തന്നിട്ടുണ്ട്, ആയുധം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആയുധം എടുത്തുകൊണ്ട് ഹല്ലേലൂയ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആ വടിയുണ്ടല്ലോ, അതൊന്ന് നീട്ടുവാൻ. ഹല്ലേലൂയ. ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ അടക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഹല്ലേലൂയ ആലോചന അറിയിക്കുകയാണ്. നീ എന്തിനാണ് ഹല്ലേലൂയ വിഷമിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ ശത്രു നിന്നെ നിന്ദിച്ചുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ നിന്റെ പ്രാർത്ഥന കുറയ്ക്കുവാനല്ല, നിന്റെ വചനധ്യാനം കുറയ്ക്കുവാനല്ല, നിന്റെ ഉപവാസം കുറയ്ക്കുവാനല്ല, ദൈവത്തോട് മത്സരിച്ചിരിക്കുവാനല്ല. ആമേൻ. നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആ ആയുധമുണ്ടല്ലോ, ആ പരിചയമുണ്ടല്ലോ, ഹല്ലേലൂയ, അത് ധരിച്ചുകൊണ്ട് ദുഷ്ടനെ ജയിക്കുവാൻ, അവനോട് യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആലോചന അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വൻ പരിചയം ചെറുപരിചയം ഒരു ദൈവ പൈതൽ ധരിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഗോലിയാത്ത് പരിചയ ധരിക്കാതിരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ദാവീദിന്റെ കല്ല് ഹല്ലേലൂയ ഹല്ലേലൂയ പാഞ്ഞു വന്ന് ഹല്ലേലൂയ അതവനെ തകർക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ശത്രു എന്റെ ചുറ്റിലുമുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല, ദൈവമേ നീ എന്റെ ചുറ്റും പരിച. ദാവീദ് നമ്മളോട് വിളിച്ചു പറയുക, ദൈവം എന്റെ ചുറ്റും പരിചയാണ്. ശലോമോൻ പറയുന്നു, ദൈവം എന്റെ പരിചയാണ്. ഹല്ലേലൂയ. അബ്രഹാം പറയുന്നു, ദൈവം എന്റെ പരിചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ആ സമയത്ത് പറയുകയാണ്, വിശ്വാസം എന്ന പരിച നീ ധരിക്കണം, അത് നിങ്ങളുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. നീ അത് ധരിച്ചുകൊള്ളുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, ഹല്ലേലൂയ ഈ പരിച ധരിച്ചിട്ടുണ്ടോ? ഈ പരിച ധരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ശത്രു നിന്നോട് വെല്ലുവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ പരിചയം എടുത്തുകൊണ്ട് ഹല്ലേലൂയ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ പരിചയം എങ്ങനെയാണ് നാം സൂക്ഷിക്കേണ്ടത്? യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ 21-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പരവതാനി വിരിപ്പീൻ, ഭക്ഷിച്ച് പാനം ചെയ്യുവീൻ, പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. ഹല്ലേലൂയ. യുദ്ധ ആയുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിച സൂക്ഷിക്കുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ യെശയ്യാവ് പറയുന്നത്. പരിചയ്ക്ക് എണ്ണ പൂശി സൂക്ഷിക്കണം. ഹല്ലേലൂയ. പരിചയിൽ തുരുമ്പ് പിടിക്കുവാൻ അനുവദിക്കരുത്, അതിൽ പൊടി പിടിക്കുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. പണിയായുധങ്ങൾക്ക് മൂർച്ച കൂട്ടി നാം സൂക്ഷിക്കുന്നത് പോലെ പരിചയ്ക്ക് എണ്ണയിട്ട് സൂക്ഷിക്കണം, അതിന് മൂർച്ച കൂട്ടി നാം സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ പരിച നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ പരിച തുരുമ്പ് പിടിച്ചാണോ ഇരിക്കുന്നത്? ആ പരിചയിൽ എണ്ണ പൂശാറുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പരിച നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ പറയുന്നത് പോലെ അലരിവൃക്ഷത്തിൽ ഹല്ലേലൂയ തൂക്കിയിട്ടിരിക്കുന്നതാണെങ്കിൽ പൊടി തട്ടിക്കുടഞ്ഞൊന്ന് എടുത്തേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിലൽപ്പം എണ്ണ പൂശി ഹല്ലേലൂയ സൂക്ഷിച്ചേ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ തൈല അഭിഷേകമില്ലാത്ത പരിചയെ കുറിച്ച് പറയുന്നുണ്ട്. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 21-ാം 2 ശമൂവേൽ 1-ാം അധ്യായം 2 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങളില്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. ഇവിടെ നാം കാണുന്നത് അഭിഷേകമില്ലാത്ത ഒരു പരിചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിചയ്ക്ക് എണ്ണ പൂശി നാം സൂക്ഷിക്കണം. പൊടി പിടിക്കാതെ, തുരുമ്പ് പിടിക്കാതെ മൂർച്ച കൂട്ടി സൂക്ഷിക്കേണ്ടത് ഓരോ ദൈവ പൈതലിന്റെയും കടമയാണ്. ഹല്ലേലൂയ. ഇവിടെ തൈലാഭിഷേകമില്ലാത്ത ഒരു പരിചയെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. ഈ ഗിൽബോവ പർവ്വതത്തിലാണ് വീരന്മാർ പട്ടുപോയത്. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. പരിചയ്ക്ക് തൈലാഭിഷേകമില്ലായിരുന്നു. എണ്ണ പൂശിയ പരിചയായിരുന്നില്ല ശൗൽ ധരിച്ചിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പരിചയിൽ എണ്ണ പൂശി സൂക്ഷിക്കുവാൻ തൈലാഭിഷേകം ഉള്ളതായിരിക്കട്ടെ നമ്മുടെ പരിച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൗലിന്റെ അഭിഷേകമില്ലാത്ത പരിച. ഗിൽബോവ പർവ്വതത്തിൽ നിഗതന്മാർ പട്ടുപോയതിന് കാരണം അതാണ്. ഹല്ലേലൂയ. പരിചയ്ക്ക് മൂർച്ചയില്ലായിരുന്നു. ഹല്ലേലൂയ. തൈലാഭിഷേകമില്ലാത്ത പരിചയമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യെശയ്യാവിനോട് ചേർന്ന് ഹല്ലേലൂയ നമ്മുടെ യെശയ്യാവ് പറഞ്ഞതുപോലെ നമ്മുടെ പരിചയ്ക്ക് എണ്ണ പൂശി നമുക്ക് സൂക്ഷിക്കാം. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ ഗിൽബോവ പർവ്വത നിരകളിൽ പട്ടുപോകും. ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകും. അവിടെ എന്നാണ് സംഭവിച്ചത്? സ്വന്തം കുന്തത്തിൽ കുത്തി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സൂയിസൈഡ് ചെയ്തതുപോലെ. ഹല്ലേലൂയ. ആമേൻ. അവൻ സ്വന്തം കുന്തത്തിൽ കുത്തി സൂയിസൈഡ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. കാരണം ഇത് തന്നെയാണ്. ഹല്ലേലൂയ. പരിചയ്ക്ക് അഭിഷേകമില്ലായിരുന്നു. ഇവിടെ ഹല്ലേലൂയ ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധത്തിന് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എണ്ണ പൂശി സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ ഈ പരിചയ്ക്ക് പറയുന്നത് ഷീൽഡ് എന്നാണ്. ഹല്ലേലൂയ. എബ്രായ ലാംഗ്വേജിൽ അതിന് പറയുന്നത് മാഗോൻ എന്നാണ്. എന്നാൽ ഗ്രീക്കിൽ ഒരു പദമുണ്ട്. ഗ്രീക്കിൽ പറയുന്നത് തുറയസ് എന്നാണ്. തുറയസ് എന്ന് പറഞ്ഞാൽ ഗുഹയുടെ കവാടം അടച്ചു വെക്കുന്ന വലിയ കല്ല് എന്നാണ്. പഴയ കാലങ്ങളിൽ ഗുഹകളിൽ മനുഷ്യർ ജീവിച്ചിരുന്നപ്പോൾ ശത്രുവിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ തക്കവണ്ണം വലിയ ഗുഹയ്ക്കകത്ത് കയറി ഇവർ ഇരുന്നിട്ട് ഈ ഗുഹയുടെ കവാടം വലിയ കല്ലുകൊണ്ട് അവൻ അടച്ചിരുന്നു. സ്തോത്രം. അപ്രകാരം അവൻ ഷീൽഡ് എന്ന് പറയുന്നത് ശത്രുവിൽ നിന്നും രക്ഷപ്പെടാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ആയുധമാണ്. ഹല്ലേലൂയ. ഈ ഷീൽഡ് നാം ധരിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, ഈ പരിച നാം ധരിച്ചില്ലെങ്കിൽ ആമേൻ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, വിശ്വാസം എന്ന പരിച നീ ധരിച്ചു കൊള്ളുക. ഇന്ന് ഈ പരിച ധരിച്ചിട്ടുണ്ടോ? ഈ പരിചയുടെ അളവ് ഏത് ആമേൻ ആണെന്ന് ഒന്ന് ശോധന ചെയ്തേ. നമ്മുടെ കയ്യിലിരിക്കുന്ന പരിചയ്ക്ക് എണ്ണ പൂശിയിട്ടുണ്ടോ? ഈ വിശ്വാസത്തിന്റെ അളവ് എത്രത്തോളം എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം എന്ന പരിച അത് ധരിച്ചു കൊള്ളുവാൻ ആമേൻ
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതാർക്കും കൊടുക്കുവാനില്ല ഈ പരിച. ഹല്ലേലൂയ, സ്തോത്രം. കൃഷിക്കളത്തിൽ ഉപയോഗിക്കാനല്ല പരിച. ഹല്ലേലൂയ, സ്തോത്രം. അടുക്കളയിൽ വെക്കുന്ന ഒരു സാധനമല്ല. കുഞ്ഞുങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ വെക്കുന്ന ഒരു സാധനമല്ല. സ്തോത്രം. പിന്നെയോ യോദ്ധാക്കൾ, ഹല്ലേലൂയ, പടയ്ക്ക് പുറപ്പെടുന്ന യോദ്ധാക്കൾ എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഷീൽഡ്. ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇത് താഴെ വെക്കരുത്. ഹല്ലേലൂയ. ശത്രുവിന്റെ ആക്രമണം ഏത് നേരത്തും ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ പതിയിരുന്ന് ആക്രമിക്കും. ഹല്ലേലൂയ. ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്ന ഹല്ലേലൂയ ദുഷ്ടപിശാചിന്റെ മുൻപിൽ അകപ്പെടാതെ വണ്ണം ഈ ഷീൽഡ് നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ ഷീൽഡ് ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1 രാജാക്കന്മാർ 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ 1 രാജാക്കന്മാർ 10-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുകയാണ്. ശലോമോൻ രാജാവ് അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് 200 വൻ പരിച ഉണ്ടാക്കി. ഓരോ വൻ പരിചയ്ക്ക് 600 ശേക്കൽ പൊന്ന് ചെലവായി. അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് അവൻ 300 ചെറു പരിചയുണ്ടാക്കി. ഓരോ ചെറു പരിചയ്ക്ക് 3 മാനെ പൊന്ന് ചിലവായി. അവയെ രാജാവ് ലെബാനോൻ വനഗ്രഹത്തിൽ വെച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാം കണ്ടല്ലോ, പുതിയ നിയമത്തിൽ പൗലോസ് ഈ പരിചയ്ക്ക് കൊടുത്തത് വിശ്വാസം എന്ന പേരാണ്. ദാവീദ് പറയുന്നത് ദൈവം എനിക്ക് ചുറ്റും പരിചയാണ്. ആമേൻ. ഇവിടെ ദാവീദിന്റെ മകനായ ശലോമോൻ അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് പരിചയുണ്ടാക്കി. 200 വൻ പരിചയും 300 ചെറു പരിചയും ഉണ്ടാക്കി. ഒരു വൻ പരിച 600 ശേക്കൽ പൊന്നുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഈ ശേക്കലിന്റെ കണക്ക് ചില ബൈബിളിന്റെ അവസാനം കാണുന്നുണ്ട്. ശേക്കൽ എന്ന് പറയുമ്പം ഇന്ന് കിലോഗ്രാമിൽ 11.5 ഗ്രാം ആണ് പറയുന്നത്. അത് അന്നത്തെ ഒരു അളവായിരുന്നു. അതുപോലെ ചെറുപരിച 300 ചെറുപരിച ഉണ്ടാക്കി. ഒരു ചെറുപരിച ഉണ്ടാക്കിയത് 3 മാനെ കൊണ്ടാണ്. ഈ മാന എന്ന് പറയുമ്പോൾ 0.6 കിലോഗ്രാം എന്നാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ 50 ഷേക്കൽ. ആമേൻ. ഈ പൊന്നുകൊണ്ട് ശലോമോന്റെ കാലത്ത് പൊന്നുകൊണ്ട് പരിചയുണ്ടാക്കി. ചെറുപരിചയും വലിയ പരിചയും ഉണ്ടാക്കി. ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, ശലോമോന്റെ കാലഘട്ടത്തിൽ പൗലോസ് പറയുന്നത് പോലെ വിശ്വാസം പൊന്നുപോലെയായിരുന്നു. ലോഹങ്ങളിൽ വെച്ച് സ്വർണത്തിന് ഏറ്റവും വില കൂടുതലാണ്, മൂല്യമുണ്ട്. അതുപോലെ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വലിയ വിലയുണ്ടായിരുന്നു, മാന്യതയായിരുന്നു. വിശ്വാസം പൊന്നുപോലെയായിരുന്നു. അവർ വിശ്വാസത്തിന് വില കൊടുത്തിരുന്നു. അവർ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ രോഗശാന്തിയിൽ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ 2ാം തലമുറ വന്നപ്പോൾ വിശ്വാസം കുറഞ്ഞു. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 14-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ 25 മുതൽ 26, 27. എന്നാൽ രഹബിയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശർ യെരൂശലേമിന്റെ നേരെ വന്നു. യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു. അവൻ ആ സകലം കവർന്നു. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി. ഇവയ്ക്കു പകരം രെഹോബെയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇവിടെ രെഹോബിയാം രാജാവിന്റെ കാലത്ത് ശീശക് രാജാവ് യെരൂശലേമിന്റെ നേരെ വന്ന് ശലോമോൻ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാം കവർന്നു കൊണ്ടുപോയി. അതിനകത്തിൽ ഈ പൊൻപരിചകളും കവർന്നു കൊണ്ടുപോയി. എന്നാൽ രെഹബെയാം ഈ പൊന്നിനു പകരം താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി. സ്തോത്രം. ശലോമന്റെ കാലത്ത് പൊന്നുകൊണ്ട് പരിചയുണ്ടാക്കിയപ്പോൾ രെഹോബിയാമിന്റെ കാലത്ത് താമ്രം കൊണ്ട് പരിചയുണ്ടാക്കി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ടാം തലമുറ വന്നപ്പോൾ വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞു. അത് താമ്രം പോലെയായി. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഒന്ന് രണ്ട് ആദിമ പിതാക്കൾ, ഹല്ലേലൂയ, നാം പഴയ കാലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൂർവികർ ദൈവത്തെ അറിഞ്ഞിരുന്നല്ല. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന ശേഷം അവർ ക്രിസ്ത്യൻ സ്കൂളുകള്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പള്ളികൾ അങ്ങനെയൊക്കെ പണിതു. ആമേൻ. അവർക്ക് അറിയാമായിരുന്ന ദൈവത്തെ പകർന്നു കൊടുത്തു. അങ്ങനെ പൂർവപിതാക്കൾ പലരും, ഹല്ലേലൂയ, കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം, ആമേൻ, ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ വിശ്വാസം പൊന്നുപോലെയായിരുന്നു. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോഴത്തേക്ക്, ഹല്ലേലൂയ, അത് താമ്രം പോലെയായി. ഹല്ലേലൂയ. ഇന്ന് നടക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ന്യായാധിപന്മാർ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസം പൊന്നുപോലെ ആയിരുന്നുവെങ്കിൽ 2-ാം തലമുറയിൽ, സ്തോത്രം, അത് താമ്രം പോലെയായി. ഇവിടെ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിന്റെ യോദ്ധാക്കളുടെ കയ്യിൽ പരിചയില്ലായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുവാൻ വന്നിരിക്കുന്നത് പരിചയില്ലാതെയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഹല്ലേലൂയ, പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് ഹല്ലേലൂയ നടക്കുന്നത് ഇതാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസമില്ലാതെയായിപ്പോയി. അവരുടെ കയ്യിൽ നിന്ന് പരിച നഷ്ടപ്പെട്ടു. അവർക്ക് പരിച വേണ്ട. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യപുത്രന്റെ കാലത്ത് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. ഹല്ലേലൂയ. ഞാനത് പറയും. ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ കാലത്ത് ഭൂമിയിൽ വിശ്വാസികളെ കണ്ടെത്തുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വെച്ചുകൊണ്ടായിരിക്കാം കർത്താവ് ആ ചോദ്യം ചോദിച്ചത്. ഹല്ലേലൂയ. നമ്മൾക്ക് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. 1-ാം തലമുറയിൽ വിശ്വാസം പൊന്നുപോലെ ആയിരുന്നുവെങ്കിൽ അത് 2-ാം തലമുറ വന്നപ്പോൾ താമ്രം പോലെയായി. അടുത്ത തലമുറ, നമ്മുടെ തലമുറ വന്നപ്പോഴത്തേക്ക്, ഹല്ലേലൂയ, അവർക്ക് വിശ്വാസമില്ലാതെയായി പോയി. പെന്തക്കോസ്തിന്റെ ശാപം എന്നതാണ് തലമുറകൾ ആലയത്തിൽ കടന്നു വരാത്തത്. ഹല്ലേലൂയ. മാതാപിതാക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ കരയാം. നമ്മൾക്ക് ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി കരയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനുള്ളിൽ തലമുറകളെ ഓർത്ത് കരയുന്ന, നെടുവീർപ്പെടുന്ന, ഹല്ലേലൂയ, അനേക മാതാക്കൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലും, ഹല്ലേലൂയ, സ്തോത്രം, ഗിവപ്പ് ചെയ്യരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ, നിലവിളിച്ചോ. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ ഈ നാളുകളിൽ
ഹാലലൂയ ദൈവം മടക്കി വരുത്തും. മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ അപ്പന്റെ ഭവനത്തെ ഓർത്ത്, ഹാലലൂയ അപ്പന്റെ ഭവനത്തിലെ നന്മകളെ ഓർത്ത് ചിലതിനെ മടക്കി വരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തിപരമായി ഹാലലൂയ ആലോചന അറിയിക്കുകയാണ്. ദൈവസന്നിധി വിട്ടുപോയതിനെ, മാതാപിതാക്കളിൽ നിന്നും ദൈവസഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു പോയതിനെ ഹാലലൂയ ദൈവം ഈ നാളുകളിൽ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഒരു പ്രോമിസ് ഇന്ന് പകൽക്കാലം ചില മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്. ആകയാൽ കരച്ചില് നിർത്തണ്ട, ഉപവാസം നിർത്തണ്ട, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയിൽ പോരാടിക്കോ, മടുത്തുപോകാതെ പ്രാർത്ഥിച്ചോ. ചിലതിനെ മടുക്കി വരുത്തുന്ന ദിവസങ്ങളാണിത്. ഹാലലൂയ റീകാര ഹന്ദുര ദീവല ഞങ്ങളത് ഏറ്റെടുക്കുന്നപ്പ, ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവേ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് അത് കാണുവാൻ, ഞങ്ങളുടെ ചെവി കൊണ്ട് അത് കേൾക്കുവാൻ ഹല്ലേലൂയ ഇടയാക്കണമേ പിതാവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ തലമുറയിൽ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിശ്വാസം അവരിലില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യൂദായുടെ പുസ്തകം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ ഒരു അതിവിശുദ്ധ വിശ്വാസം ഹല്ലേലൂയ നിങ്ങളിൽ ഉണ്ടോ? ഹല്ലേലൂയ എന്നിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ നമ്മളിൽ ഏത് വിശ്വാസമാണുള്ളത്? ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? നമ്മുടെ കയ്യിലുള്ള പരിചയം എപ്രകാരമാണ് എന്ന് ഹല്ലേലൂയ നമുക്കൊന്ന് ശോധന ചെയ്യാം. യൂദായുടെ പുസ്തകം 20-ാം വാക്യത്തിൽ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ഒരു അതിവിശുദ്ധ വിശ്വാസം നമ്മൾക്ക് തരണമേ എന്ന് പകൽക്കാലം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നാം കടന്നു വന്ന വഴികൾ, നാം കടന്നു വന്ന പാതകൾ പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്നതായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ ദിവസവും ദൈവം തന്റെ ശബ്ദം കേൾപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിന് 365 ദിവസമുണ്ട്. ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ അപ്പന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പൻ പറയും, മകനെ നീ ഭയപ്പെടേണ്ട, മകളെ നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന ശബ്ദം കേൾപ്പിച്ച് ഹല്ലേലൂയ ഇന്നുവരെ എന്നെയും നിങ്ങളെയും നടത്തിയില്ലയോ? ഹല്ലേലൂയ. പലതിനും നാം ചഞ്ചലപ്പെടുമ്പോഴും നാം പിറുപിറുക്കുമ്പോഴും ഇന്ന് വരെ നമ്മളെ നടത്തിയ വഴികളെ ഒന്നോർക്കുമ്പോൾ ഹല്ലേലൂയ എങ്ങനെയാണ് നന്ദി പറയാതിരിക്കുന്നത്? ഹല്ലേലൂയ. വീണ് അസ്ഥികൾ ഒടിഞ്ഞ പലരും ഇതിനകത്തിൽ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത് പോലെ ഹല്ലേലൂയ ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുവാനാണ് കഷ്ടതയിൽ നമ്മെ ആക്കുന്നത്. നാം കഷ്ടതയിലാകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് മറഞ്ഞിരിക്കുന്നില്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. 46-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടം വരുമ്പോൾ സകലരും നമ്മെ വിട്ട് മാറിപ്പോകും. എന്നാൽ കഷ്ടത വരുമ്പോഴാണ് ഈ ദൈവത്തിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക്
അത് മനസ്സിലാകിയുള്ളൂ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ദാവീദിനോട് ചേർന്ന് നമുക്കും വിളിച്ചു പറയാം, ദൈവമേ നീ എനിക്ക് ചുറ്റും പരിച. അവൻ ഒരു സൈഡിലല്ല പരിച, മുൻപിലല്ല പരിച, പിൻപിലല്ല മാത്രമല്ല പരിച. യഹോവ എനിക്കും നിങ്ങൾക്കും ചുറ്റിനും പരിചയാണ്. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചുറ്റി പരിപാലിക്കുന്നത് പോലെ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ ചുറ്റി പരിപാലിക്കുകയാണ്. ദൈവമേ നീ എന്റെ പരിച. ശലോമോനോട് ചേർന്ന് നമുക്ക് പറയാം, ദൈവമേ നീ എന്റെ പരിച. അബ്രഹാം പറഞ്ഞതുപോലെ നമുക്ക് വിളിച്ചു പറയാം, ദൈവമേ നീ എന്റെ പരിച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മർക്കോസ് 6:5, ഏതാനും ചില രോഗി 4 മുതൽ വായിക്കാം. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ കാലത്ത് വിശ്വാസത്തിന് പൊന്നിന്റെ വിലയായിരുന്നു. പൊന്നുപോലെയായിരുന്നു വിശ്വാസം. പിതാക്കന്മാർ വില കൊടുത്താണ് വിശ്വാസത്തിന് വേണ്ടി നിന്നത്. എന്റെ പിതാവ് യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും തനിയെ രക്ഷിക്കപ്പെട്ടു വന്ന വ്യക്തിയാണ്. എന്റെ പപ്പ സ്നാനപ്പെട്ട അന്ന് തന്റെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കി. അന്നൊരു കടത്തിണ്ണയിലാണ് എന്റെ പപ്പ പോയി അന്തി ഉറങ്ങിയത്. അതിനുശേഷം തന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസന്റെ വീട്ടിൽ പോയി. ആ ദൈവദാസൻ ആ ഭവനത്തിൽ തന്നെ കൈക്കൊണ്ടിട്ട് അവിടെ നിന്ന് ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം ഷാരോൺ ബൈബിൾ കോളേജിലേക്ക് അയക്കുകയുണ്ടായി. ആ ദൈവദാസനും ദൈവസഭയും ചേർന്നാണ് എന്റെ പിതാവിന്, അന്ന് പപ്പ പറയുമായിരുന്നു, ഒരു ട്രങ്ക് പെട്ടിയും ഒരു ബൈബിളും 2 ജോഡി ഡ്രസ്സുമായിട്ടാണ് ഞാൻ അവിടുന്ന് കടന്നുപോയത്. എന്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വീക്കെൻഡിൽ ഭവനത്തിൽ കടന്നു പോകുമ്പോൾ എന്റെ പപ്പായ്ക്ക് പോകുവാൻ ഇടമില്ലായിരുന്നു. ആ ബൈബിൾ കോളേജിന്റെ തന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അതിന്റെ ഫലമായി എന്റെ വല്യമ്മച്ചി തന്റെ 70-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. എന്റെ വല്യപ്പച്ചൻ അതിനു മുമ്പേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം. എനിക്കൊരു മകനില്ല, എന്റെ സമ്പത്തൊന്നും നിനക്ക് തരത്തില്ല എന്ന് അടിച്ചിറക്കിയ എന്റെ വല്യപ്പച്ചൻ എന്റെ പപ്പായുടെ വിവാഹത്തിന് ശേഷം, എനിക്കൊരു ചേച്ചിയുണ്ട്, എന്റെ ചേച്ചിയെയും എന്നെയും കണ്ടിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. എന്നാൽ എന്റെ വല്യമ്മച്ചി 70-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. എന്റെ പപ്പായുടെ സഹോദരങ്ങൾ സ്നാനപ്പെട്ടു. ആമേൻ, സ്തോത്രം. പപ്പായുടെ കുടുംബത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആരാധന തുടങ്ങുവാനിടയായി. ഇന്ന് എന്റെ പപ്പായുടെ ഭവനത്തിൽ നിന്ന് അനേകരുണ്ട് ദൈവദാസന്മാരായിട്ട്. ഒത്തിരി പാസ്റ്റർമാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പിതാവ് വില കൊടുത്തത് കൊണ്ട്, ഹല്ലേലൂയ, തന്റെ ഭവനത്തിൽ നിന്ന് അനേകർ കർത്താവിനെ അറിയുവാനിടയായി. എന്റെ പിതാവ് വില കൊടുത്തത് കൊണ്ട് കൃപയാൽ ഞങ്ങളൊന്നും, ഹല്ലേലൂയ, കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഞങ്ങൾ 6 പേരും ആയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. വില കൊടുത്തവർക്ക്, ഹല്ലേലൂയ, സങ്കടമാണ് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകൾ കാണുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. ആദിമപിതാക്കൾ, ഹല്ലേലൂയ, പൂർവികന്മാർ വില കൊടുത്തു. അവരുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് പൊന്നിന്റെ വിലയുണ്ടായിരുന്നു. 2-ാം തലമുറ വന്നപ്പോൾ വിശ്വാസം കുറഞ്ഞു. രെഹോബെയാമിന്റെ കാലത്ത് താമ്രം കൊണ്ട് പരിചയം ഉണ്ടാക്കിയതുപോലെ, ഹല്ലേലൂയ, താമ്രത്തിൻ്റെതുപോലെ വില കുറഞ്ഞു വിശ്വാസത്തിന്. 3-ാം തലമുറ വന്നപ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിന്റെ യോദ്ധാക്കളുടെ കയ്യിൽ പരിചയമൊന്നുമില്ലായിരുന്നു. പരിചയമില്ലാതെയാണ് അവർ യുദ്ധത്തിന് പോയത്. ഹല്ലേലൂയ, അപ്രകാരം വിശ്വാസം കുറഞ്ഞു, അവർക്ക് വിശ്വാസമില്ലാതെയായി. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നത്, യേശു ആമേൻ
ചിലരെ മാത്രമേ ഇവിടെ സൗഖ്യമാക്കിയുള്ളൂ. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ അവിശ്വാസം ഹേതുവായി. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സഭാശാസ്ത്രം നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, കാലില്ലാത്തവർക്ക് കാല് വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാലില്ലാത്ത വ്യക്തി ആമേൻ വിശ്വാസത്താൽ കടയിൽ പോയി ആമേൻ അടുത്ത ആമേൻ ഒരു ചെരുപ്പും കൂടെ 2 ഷൂസ് വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് കാലുകൾ വന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മരിച്ചവർ ഹല്ലേലൂയ ഉയർത്തത് ഞാൻ വായിച്ചിട്ടുണ്ട്. സഭാചരിത്രത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, പല അത്ഭുതങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. വചനത്തിൽ തന്നെ ഈ മർക്കോസിന്റെ ആദ്യം മുതൽ വായിക്കുമ്പോൾ യേശു ചെയ്ത പല അത്ഭുതങ്ങളും അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. രക്തസ്രാവക്കാരി സ്ത്രീയെ ഉയർപ്പിച്ചത് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. കാറ്റിനെയും കടലിനെയും അടക്കിയത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് ഇവിടെ വന്നപ്പോൾ തന്റെ സ്വന്തം ഗ്രാമത്തിൽ, സ്വന്തം പട്ടണത്തിൽ വന്നപ്പോൾ അത്ഭുതങ്ങൾ നടക്കാതിരുന്നതിന് കാരണം എന്താണ്? ഹല്ലേലൂയ, അവരുടെ അവിശ്വാസം നിമിത്തമാണ്. ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, എന്താണ് ഇന്ന് അത്ഭുതങ്ങൾ നടക്കാത്തത്? നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസമില്ല. അവരുടെ വിശ്വാസമില്ലായ്മയാണ് അത്ഭുതങ്ങൾ നടക്കാത്തതിന് കാരണം. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം. പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എപ്രകാരമാണെന്ന് ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. ലോകം, പാപം, പിശാച് നമ്മെ കാണാതിരിക്കുവാൻ ഈ പരിച നമുക്ക് ധരിക്കാം. ഹല്ലേലൂയ. യുദ്ധത്തിൽ കടന്നു പോകുന്ന യോദ്ധാവ് പരിച എപ്പോഴും തന്റെ കയ്യിൽ കരുതിയിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പരിച നമ്മുടെ കയ്യിൽ കരുതാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ പരിചയും ചെറുപരിചയും ഒരു വിശ്വാസി ധരിക്കേണ്ടതാണ്. പരിചയിൽ എണ്ണപൂശി സൂക്ഷിക്കേണ്ടതാണ്. അത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. പരിചയിൽ തുരുമ്പ് പിടിക്കാതെ ഹല്ലേലൂയ സൂക്ഷിക്കണം. അതിൽ പൊടി പറ്റാതെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. പണിയായുധങ്ങൾക്ക് ഹല്ലേലൂയ മൂർച്ച കൂട്ടുന്നത് പോലെ ഹല്ലേലൂയ ദിനംതോറും പരിചയ്ക്ക് എണ്ണ പൂശി സൂക്ഷിക്കണം. പരിച തൈല അഭിഷേകമുള്ളതായിരിക്കണം. അഭിഷേകമില്ലാത്ത പരിചയാണെങ്കിൽ യുദ്ധക്കളത്തിൽ പട്ടുപോകും. ഗിൽബോവ പർവ്വതത്തിൽ ശൗൽ പട്ടുപോയതുപോലെ ഹല്ലേലൂയ കുന്തത്തിൽ ഹല്ലേലൂയ കുത്തി സൂയിസൈഡ് ചെയ്തതുപോലെ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതിരിക്കുവാൻ പരിച, ഹല്ലേലൂയ, നിന്റെ കയ്യിലെ പരിച, നമ്മുടെ കയ്യിലെ പരിച എങ്ങനെയെന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അളവിനെ നമുക്ക് കർത്താവ് വർദ്ധിച്ചു തരുവാൻ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ സമ്പൂർണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളുടെ മുഖത്ത് നീറുന്ന വിഷയവുമായി കടന്നു വന്നിരിക്കുന്ന ജനത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഈ കല്ലാരുരുട്ടി മാറ്റും. എന്റെ ഈ പ്രശ്നത്തിന് ആരാണ് പരിഹാരം തരുന്നത് എന്ന ഹല്ലേലൂയ ചിന്തയോടെ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന ഈ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നിന്റെ ഭാരമുള്ള ആ വിഷയമുണ്ടല്ലോ, ആ കല്ലിനെ എന്റെ ദൈവം അത് ഉരുട്ടി മാറ്റും. മനുഷ്യരിൽ നീ ആശ്രയിക്കരുത്. അവരെന്നെ സഹായിക്കുമെന്ന ആശ്രയത്തോടെ ഇരിക്കുന്ന ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, മനുഷ്യനിലുള്ള നിന്റെ ആശ്രയം നീ ഒന്ന് മാറ്റി വെച്ചേ. മനുഷ്യൻ നിന്നെ സഹായിക്കത്തില്ല. നിന്റെ ആശ്രയം ദൈവത്തിൽ വെച്ചോ. ഹല്ലേലൂയ. ഇതാണ് നിന്റെ രക്ഷ, ഇതാണ് നിന്റെ ആശ്രയം.
മനുഷ്യരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുതെന്ന് വ്യക്തിപരമായി ചിലരോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ കർത്താവിൽ ആശ്രയിച്ചോ, അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്നവര്, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കുളക്കടവിൽ കിടക്കുന്ന ആ രോഗിയെ പോലെ ചില നാളുകളായി, ദീർഘനാളുകളായി, ഹല്ലേലൂയ, കുളത്തിലേക്ക് ദൂതൻ കുളം കലക്കുമ്പോൾ എന്നെ എടുത്തിറക്കുവാൻ ആരുമില്ല എന്ന് പറയുന്ന നീറുന്ന പ്രിയ ഹല്ലേലൂയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം യേശുവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൂതൻ കുളം കലക്കുമ്പോൾ നിന്നെ അതിലേക്ക് ആനയിക്കുവാൻ, നിന്നെ അതിലേക്ക് നടത്തുവാൻ എന്റെ യേശു വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കാമോ? ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഇത് ദൂതാണ്, ഇത് പ്രോമിസാ. ഹല്ലേലൂയ. ചുമ്മാത് പറഞ്ഞു പോകുന്നതല്ല, പ്രോമിസാ. എന്നോടും നിങ്ങളോടുമുള്ള പ്രോമിസാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ, ദാവീദ് പാടിയതുപോലെ ഹല്ലേലൂയ നമുക്കും പാടാം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിച, എന്റെ മഹത്വം, എന്റെ തല ഉയർത്തുന്നവനും നീയാണ്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ചുറ്റും പരിചയായ എന്റെ കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമോൻ പറയുന്നത് പോലെ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, അവന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. അത് ഏറ്റെടുത്ത് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഹല്ലേലൂയ ആമേൻ എബനേസർ ചർച്ചിനോടുള്ള നന്ദിയെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പ്രിയ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ഫേബയാൻഡി സ്തോത്രം കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഈ എബനേസർ ചർച്ച് അനേകർക്ക് ഒരു ആശ്വാസമായി, അനേകർക്കൊരു താങ്ങായി, അനേകർക്കൊരു തണലായി തീരുവാൻ തക്കവണ്ണം കർത്താവ് വീണ്ടും ഇടയാക്കട്ടെ. 2025 ഹല്ലേലൂയ ആമേൻ ഈ ചർച്ച് ഹല്ലേലൂയ അനേകർക്ക് ഓടി വന്ന് ആശ്വസിക്കുവാനുള്ള ഒരിടമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം ഈ ചർച്ചിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വിശ്വാസി കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയ ഭൗതിക നന്മകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ഹല്ലേലൂയ ആമേൻ. ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം സമയം ഹല്ലേലൂയ വളരെ ഐശ്വര്യമായി, വളരെ ശാന്തമായി, എന്നാൽ ആത്മീകമായി ആഴമേറിയ ഒരു അനുഭവത്തിലേക്ക്, സത്യത്തിലേക്ക് ഹല്ലേലൂയ കർത്താവിന്റെ ദാസിയിൽ കൂടെ ദൈവവചനം ഐശ്വര്യമായി നമ്മുടെ